നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ കയറിയവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്മരണയെ ധ്യാനാത്മകമായി അയവിറക്കുന്ന ഈ നല്ല വെള്ളിയാഴ്ച ദിവസത്തിൽ കർത്തൃനാമത്തിൽ എൻ്റെ സഹോദരന്മാരായ വൈദിക ശ്രേഷ്ഠരെയും തിരുസന്നിധിയിൽ കൂടി വന്ന് ധ്യാനാത്മകമായി ഒരുമിച്ച് ദൈവിക കൃപകളെയും ദൈവികമായ അനുഭവങ്ങളെയും അയവിറക്കുവാനും ദൈവം ഇന്ന് വരെ നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കഷ്ടതകൾക്കും നന്ദി പറയുവാനും ഈ ദേവാലയം ഒരുക്കപ്പെട്ടിരിക്കുന്നതിനാൽ ദൈവത്തെ അളവില്ലാതെ സ്തുതിക്കുന്നു. വന്ദിനായ മാനേരച്ചൻ കുറിയാക്കോസച്ചൻ പറഞ്ഞതുപോലെ പരിശുദ്ധന്മാർ സമസൃഷ്ടികൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവരാണ്. എപ്പോഴും അവരുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ജാഗരണവും സർവസൃഷ്ടികൾക്കും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരാധനയിലും നമ്മൾ പറയുന്നത് സർവസൃഷ്ടിക്കും വേണ്ടി ഞങ്ങൾ മോചനം യാചിക്കുന്നുവെന്നാണ്. പുരോഹിതൻ ആരാധനയിൽ തിരുശരീരക്തങ്ങൾ ത്രോണോസിന് മുമ്പാകെ വെച്ചുകൊണ്ട് കർത്താവേ സർവസൃഷ്ടിക്കും വേണ്ടി ഞാൻ മോചനം യാചിക്കുന്നു എന്നാണ് പറയുന്നത്. പൗരസ്ത്യ ദർശനത്തിലെ വളരെ മനോഹരമായ വാക്കുകളിലൊന്നാണ് സൃഷ്ടി. സാധാരണ ഇതര സഹോദര സഭകളിലൊക്കെ ഈ സൃഷ്ടി എന്നുള്ള വാക്കിന് പകരം പ്രപഞ്ചം എന്നുള്ള വാക്കാണ് പ്രാർത്ഥനകളിൽ ഉപയോഗിക്കാറുള്ളത്. ദൈവമേ, ഈശോയെ, കർത്താവെ, ഈ പ്രപഞ്ചത്തെ നീ ശുദ്ധീകരിച്ചു കൊള്ളണമേ. ആ വാക്കിന് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം. അതേസമയം അതിലും ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമായ ഒരു പദപ്രയോഗമാണ്, അല്ലെങ്കിൽ ഒരു ടെർമിനോളജിയാണ് സൃഷ്ടി. സർവസൃഷ്ടിക്കും വേണ്ടി മോചനം യാചിക്കുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലവും ഉൾക്കൊള്ളുന്നതാണ് സൃഷ്ടി. ഈ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, സൃഷ്ടി എവിടെയാണ് നടന്നത്? സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ് നടത്തപ്പെട്ടത്? ഈ വിശുദ്ധന്മാർ എപ്പോഴും ദൈവസന്നിധിയിൽ സൃഷ്ടിക്ക് വേണ്ടിയും തങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ ജാഗ്രതരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അന്തസത്ത എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? സൃഷ്ടി എവിടെയാണ് നടന്നത്? സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ ഐറ്റം നമ്മളുടേതായിട്ടുണ്ടാക്കുകയാണെന്ന് വയ്ക്കുക. ഉദാഹരണം, ഈ പുസ്തകം ഞാൻ എഴുതിയാണെന്ന് വയ്ക്കുക. ഈ പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഇതെൻ്റെ സൃഷ്ടിയാണ്. ഈ സൃഷ്ടി ഈ മേശപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉള്ള കാര്യമാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നതെങ്കിലും ഞാനുമായിട്ടിപ്പോൾ ഇതിന് ബന്ധമില്ല. എൻ്റെ ബോഡി അതിൽ ടച്ച് ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിലെ കാര്യങ്ങളാണ് അതിലുള്ളതെങ്കിലും ഇത് എന്നിൽ നിന്നും ബന്ധമില്ലാതിരിക്കുവാനുള്ള സാധ്യത ഇതിനുണ്ട്. ഇതെടുത്ത് കടലിൽ മുക്കിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതിനെ അറിയുന്നുമില്ല, കാണുന്നുമില്ല. ടാഞ്ചിബിൾ അല്ല ഈ സാധനം എനിക്ക്. പക്ഷേ എൻ്റെ സൃഷ്ടിയാണ്, എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എവിടെയാണ് നടന്നത്? ഇതുപോലെയാണോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ പറുദീസ ഉണ്ടാക്കി, ഏദൻ തോട്ടം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഈ സൃഷ്ടി എവിടെയാണ് നടന്നത്? സ്പേസ് ആൻഡ് ടൈമിലാണോ? എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ലിമിറ്റഡ് ഫോമിനകത്താണോ സൃഷ്ടി നടന്നത്?
ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ ഒരു സ്പേസും വേണം, അതിനൊരു നിശ്ചിത സമയവും വേണം. എന്നാൽ ദൈവം ഈ സ്പേസിനും ടൈമിനും അതീതനുമാണ്. ദൈവം സർവ്വവ്യാപിയുമാണ്. അപ്പോൾ പിന്നെ സൃഷ്ടി എവിടെയാണ് നടന്നത്? പിതാക്കന്മാരുടെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ശൂന്യതയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ളതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്ത ഞങ്ങളെ ദൈവമായ കർത്താവേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ആരാധനയിലെ ഒരു സെതറ തുടങ്ങുന്നത് അങ്ങനെയാണ്. അത് ചില തക്സകളിൽ കുറച്ചും കൂടെ ഒന്ന് ലഘൂകരിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ ലഘൂകരിച്ച് എഴുതി കഴിഞ്ഞപ്പോൾ അതിനെ മനസ്സിലാക്കിയ വിധം പലരും മാറിപ്പോയി. അതിപ്രകാരം എഴുതിയിട്ടുണ്ട്. ലഘൂകരിച്ചത് കറക്റ്റ് ടെർമിനോളജി അല്ലെങ്കിൽ ടേം വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ളതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്ത ഞങ്ങളെ ദൈവമായ കർത്താവേ എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ പലരും ഈ ഒന്നുമില്ലായ്മയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ളതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്ത എന്ന് പറഞ്ഞ പ്രയോഗത്തെ വികലമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ളതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കാലത്ത് ഒന്നുമില്ലായിരുന്നു, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങളെ ഉള്ളതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, നിറഞ്ഞ അനുഭവത്തിലിരിക്കുന്നു, പ്രോസ്പെരിറ്റി ആയിരിക്കുന്നു എന്നൊക്കെ അറിയാതെ നമ്മൾ വികലമായി ഇതിനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ചിലരെങ്കിലും. ഇതിൻ്റെ അർത്ഥം ഇതുമായി ഈ പറഞ്ഞതുമായി യാതൊരു ബന്ധവുമില്ല. ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ ശൂന്യത എന്ന് പറയുന്ന അവസ്ഥ നമുക്കൊന്നുമില്ലാത്ത അവസ്ഥയോ നമ്മൾ ദാരിദ്ര്യമായി കഴിഞ്ഞിരുന്ന ഒരു കാലയളവിനെയോ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമേ അല്ല. വളരെയധികം വേദശാസ്ത്രപരമായും ആധ്യാത്മിക ശാസ്ത്രപരമായും അഗാധമായ അർത്ഥതലമുള്ള ഒരു വാക്കാണ് ശൂന്യത അല്ലെങ്കിൽ ഒന്നുമില്ലായ്മ, വിച്ച് ഈസ് അതർവൈസ് കോൾഡ് നത്തിങ്നെസ്. ലോർഡ് ഹൂ ബ്രോട്ട് അസ് ഔട്ട് ഓഫ് നത്തിങ്നെസ് ഇൻ ടു എക്സിസ്റ്റൻസ് എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? സത്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിക്കുക, ശൂന്യതയിൽ ഞങ്ങളെ സൃഷ്ടിക്കുക. അപ്പോൾ ഈ സൃഷ്ടി നടന്നത് ഒരു ശൂന്യതയിലാണ് പോലും. അപ്പോൾ ഈ ശൂന്യത എവിടെയുണ്ടായി? ദൈവം സർവ്വവ്യാപിയാണല്ലോ. ദൈവത്തിന് പുറത്തൊരു ശൂന്യത സാധ്യമല്ല. കാരണം എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ ആ സർവ്വവ്യാപിത്വം അവിടെ എല്ലാം അവശേഷിച്ചിരിക്കുക. സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ ചെന്നാലും അവിടെ നീ എന്നെ വഴി നടത്തും, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ സാധ്യത അപരിമിതമായിട്ടിങ്ങനെ വ്യാപിച്ചു കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തിന് പുറത്ത് നടത്തുവാൻ സാധ്യമല്ല. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ ഈ ഉദാഹരണം സൂചിപ്പിച്ചത്. ഞാനൊരു സൃഷ്ടി ഉണ്ടാക്കിയാൽ എൻ്റെ ഏത് സൃഷ്ടിയും എനിക്ക് പുറത്താണ്. പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിന് പുറത്താകുവാൻ സാധ്യമല്ല, അത് ദൈവത്തിനുള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് പിതാക്കന്മാർ അതിനെ കാണുന്നത് ഒന്നുമില്ലായ്മ അല്ലെങ്കിൽ ശൂന്യത എന്ന് പറയുന്ന ഒരു വാക്യൂം പെർഫെക്റ്റീവ് നേച്ചർ ദൈവത്തിനുള്ളിൽ തന്നെ ദൈവം ക്രിയേറ്റ് ചെയ്തു പോലും. ഈ ശൂന്യത എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ഒരു 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 ഒന്നുമില്ലാതെ ഉള്ളൊരു അവസ്ഥയല്ല ഈ ശൂന്യത എന്ന് പറയുന്നത്. ലിറ്ററൽ അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിലുള്ള ഒരു അർത്ഥം നിങ്ങളതിനെ മനസ്സിൽ കാണരുത്. ശൂന്യത എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം ഇരിക്കുന്നു, ആ വെള്ളം വേറെ എവിടെയെങ്കിലും ഒഴിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്ലാസ് ശൂന്യമാകുന്നു. അപ്പം പിന്നെ അതിലൊന്നുമില്ല. ഇതല്ല ശൂന്യത എന്ന് ആധ്യാത്മിക തലത്തിൽ ഉദ്ദേശിക്കുന്നത്. ശൂന്യത ഒരു പൂർണ്ണതയാണ്, ഒരു പൂർണ്ണമായ അനുഭവ തലത്തിനെയാണ് ശൂന്യത എന്ന് പറയുന്നത്. നത്തിങ്നെസ്. അവിടെ പരമ സംതൃപ്തിയാണ്, പരമസുഖമാണ്, പരമ സൗഖ്യമാണ്. സുഷുപ്തി എന്ന് സംസ്കൃതത്തിൽ പറയും. സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്?
സുഷുപ്തിയിൽ ആയിക്കഴിഞ്ഞാൽ സമാധാനമായി. സത്യത്തിൽ ഡീപ്പ് സ്ലീപ്പിനെയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അവിടെ സ്വപ്നം പോലും കാണുകയില്ല. രാവിലെ എണീച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ സുഷുപ്തിയിൽ ആണ്ട് കഴിഞ്ഞിരുന്ന ഒരാൾ ഉണർന്ന ബോധതലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അയാൾ പറയുന്നു, ഞാൻ സുഖമായി ഉറങ്ങി. അവിടെ അയാളുടെ മനസ്സില്ലായിരുന്നു, അയാളുടെ ശരീരവും ഉണ്ടായിരുന്നു, അയാൾ അറിയുന്നില്ല. പക്ഷേ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെയും ഇതൊന്നുമില്ലാതെ നമ്മളില്ലാതാവുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ഇതാണ് ശൂന്യത എന്ന് പറയുന്നത്. ഈ ശൂന്യതയിൽ നമ്മൾ സത്യത്തിൽ സമ്പൂർണരാണ്. അവിടെ നമുക്ക് അഹങ്കാരങ്ങളില്ല. ഞാൻ ഇന്ന ആളാണെന്നില്ല, ഞാൻ മെത്രാച്ചനാണെന്നില്ല, ഞാൻ അച്ഛനാണെന്നില്ല, ഞാൻ ഡോക്ടറാണെന്നില്ല, എൻജിനീയർ ആണെന്നില്ല, പണ്ഡിതനില്ല, പാമരനില്ല, ആരുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഞാനോ സമ്പൂർണ്ണ സന്തോഷത്തിൽ, സുഷുപ്തിയിൽ, പരിപൂർണതയുടെ ആ ഔന്നത്യത്തിൽ നമ്മൾ അങ്ങനെ ഇരിക്കുക. നമ്മൾ പോലും അറിയുന്നില്ല. ഇതിനെയാണ് സമാധി എന്ന് പറയുന്നത്. സുഷുപ്തി ഒരു സമാധിയാണ്. വിശുദ്ധന്മാർ സമാധിയാകുവാൻ ആഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. കാരണം എല്ലാവർക്കും ഇഷ്ടമല്ലേ സുഷുപ്തിയിലേക്ക് പോകാൻ? ആർക്കാ ഇഷ്ടമല്ലാത്ത? പക്ഷെ മരിക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ആരും മരണത്തെ സ്നേഹിക്കുന്നില്ല. വിശുദ്ധന്മാർ മരണത്തെ സ്നേഹിക്കും. കാരണം അത് ഒരു നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷനും സുഷുപ്തിയിലേക്കുള്ള ഒരു കയറ്റമോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ ആണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് ബോധ മനസ്സിലിരിക്കുമ്പോൾ തന്നെ ദൈവം തമ്പുരാൻ കൊടുക്കും. അപ്പോൾ ഈ ശൂന്യത എന്ന് പറയുന്നത് ഈ പൂർണ്ണതയാണ്. അങ്ങനെ ഈ പൂർണ്ണതയിൽ, അത് ദൈവത്തിനുള്ളിൽ ആ പൂർണ്ണത ഒരു സൃഷ്ടിക്ക് വേണ്ടി ഉണ്ടാവുകയും ആ പൂർണ്ണതയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സൃഷ്ടികർമ്മം ദൈവം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് പറുദീസ എന്ന് പറയുന്നത്. പറുദീസ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമാകുന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പോൾ ഇതിനെയാണ് ശൂന്യത, പൂർണ്ണത, ആധ്യാത്മികതയിലെ ശൂന്യതയുടെ പൂർണ്ണത എന്നൊക്കെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെയാണ് സൃഷ്ടി നടന്നത്. അപ്പോൾ ഏദൻ തോട്ടം അല്ലെങ്കിൽ പറുദീസ എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു അനുഭവതലമാണ്. സന്തോഷത്തിൻ്റെ അനുഭവതലമാണ്. സൗഖ്യത്തിൻ്റെ അനുഭവതലമാണ്. ഈ സൗഖ്യത്തിൻ്റെ അനുഭവതലത്തിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിക്കുകയും എന്ന് പറഞ്ഞാൽ സൗഖ്യത്തിലാക്കി, സമ്പൂർണ്ണതയിലാക്കി, പൂർണ്ണതയിലാക്കി, അങ്ങനെ ശൂന്യതയുടെ അനുഭവത്തിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും. ശൂന്യത എന്താണെന്ന്, ശൂന്യത ആകുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ സുഷുപ്തിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു പൂർണ്ണതയാണ്. നമ്മളെപ്പോഴും സമാധാനമായിട്ടിരിക്കാനും സ്വസ്ഥമായിട്ടിരിക്കാനും ആനന്ദമായിട്ടിരിക്കാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിരാശപ്പെട്ടും അസ്വസ്ഥമായ മനസ്സുമായിട്ടല്ല. അങ്ങനെ നിരാശയും അസ്വസ്ഥതയുമുള്ള മനസ്സുകളുടെ ഉടമകളാണ് പാതാളം ഉണ്ടാക്കുന്നത്. സന്തോഷവും സമാധാനവും ആനന്ദവും ഉള്ളവരാണ് പറുദീസ അവരിൽ തന്നെ ക്രമീകരിക്കുന്നത്. പറുദീസയും പാതാളവും വാങ്ങിപ്പോയതിന് ശേഷമോ മരണ ദിവസം അന്നത്തെ ഡേറ്റിൽ നമുക്ക് കിട്ടാവുന്നതോ നഷ്ടപ്പെടുന്നതോ ആയ ഒരു സംഗതിയല്ല. പറുദീസ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പറുദീസയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ആ പറുദീസയിലേക്ക് പാമ്പിനെ കയറ്റിവിടുകയും മോഹങ്ങൾ ജനിക്കുകയും കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപ് ആദിയായ മുതലായ വികലമായ സാധ്യതകളെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ വലിച്ചു കയറ്റി അവിടെ പാതാളമാക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ പാതാളവും പറുദീസയും ഡെത്ത് ഡേറ്റിൽ സംഭവിക്കുന്നതോ അതിന് ശേഷം കിട്ടാവുന്നതോ ആയൊരു കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ നമുക്കുണ്ടോ അത്? നമ്മുടെ ഉള്ളിൽ പറുദീസയുണ്ടോ നമ്മുടെ ഉള്ളിൽ, അതോ പാതാളമാണോ കൂടുതലുള്ളത്? യോഹന്നാൻ്റെ ലേഖനത്തിൽ അദ്ദേഹം സാക്ഷീകരിക്കുന്നുണ്ട്, ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ലോകത്തിൽ സമ്പൂർണരായി
പറുദീസയുടെ പൂർണ്ണതയിലേക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ സാധ്യമായി എന്ന് വരില്ല. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ രാവിലെ ഈ ദേവാലയത്തിലേക്ക് വരുവാൻ വേണ്ടി കുളിച്ച് ഒരുങ്ങി നല്ല വെള്ള വസ്ത്രമൊക്കെ ഇട്ട്, അല്ലെ വസ്ത്രമൊക്കെ ധരിച്ച് ഇവിടെ വന്നു. നിങ്ങൾ എങ്ങും മറിഞ്ഞു വീണിട്ടില്ല, ആരും നിങ്ങളുടെ ദേഹത്ത് ചെളിവാരി എറിഞ്ഞില്ല, നിങ്ങൾ ചാണകക്കുഴിയിൽ വീണില്ല, ചേറുവെള്ളം നിങ്ങളുടെ ദേഹത്ത് ബസ് പോയപ്പോൾ ബസ് തെറിപ്പിച്ചില്ല. പക്ഷേ വൈകിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ വെള്ള വസ്ത്രത്തിൽ പൊടിയുണ്ടാവും. അതെങ്ങനെ സംഭവിച്ചു? നിങ്ങളൊന്നും ചെയ്തിട്ടല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ ലോകത്തിലെ ഈ അന്തരീക്ഷത്തിലെ മലിനതകൾ നമ്മളെ മൂടും, നമ്മളറിയാതെ തന്നെ മൂടും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, മനസ്സോടും മനസ്സ് കൂടാതെയും അറിവോടും അറിവ് കൂടാതെയും ഞങ്ങൾ നിൻ്റെ തിരുമുമ്പിൽ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണേ. മനസ്സോട് ചെയ്യുന്ന പിഴവുകളുണ്ട്, മനസ്സ് അറിയാതെ നമുക്ക് പറ്റുന്ന പിഴവുകളുണ്ട്. ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ സാക്ഷിക്കുന്നതിനെ ന്യായീകരിക്കണമെങ്കിൽ നമ്മൾ എത്ര വിശുദ്ധരായി ജീവിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അറിയാതെ നമ്മളിലേക്ക് പറ്റുന്ന അഴുക്ക് ചാലുകളുണ്ട്, നമ്മളിലേക്ക് ഒഴുകി വന്നു ചേരും. ആ അഴുക്ക് ചാലുകൾ ഒഴുകി വരുവാനുള്ള കേന്ദ്രങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ട്. പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ പ്രധാന ഘടകം. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ത്വക്ക്, ഇവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ 40-ാം വെള്ളിയാഴ്ചയുടെ പിതാക്കന്മാരുടെ പ്രഭാത പ്രാർത്ഥനയുടെ എത്രോ വായിച്ചാൽ അവിടെ ഒരു പ്രാർത്ഥന എഴുതി വച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദശേന്ദ്രിയങ്ങളെ നീ ശുദ്ധീകരിച്ചു കൊള്ളണമേ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ അത് ദശം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദശം 10 അപ്പോൾ പിതാക്കന്മാർ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്, കർത്താവേ, ഞങ്ങളുടെ ദശേന്ദ്രിയങ്ങളെ നീ ശുദ്ധീകരിച്ചു കൊള്ളണമേ. അപ്പോൾ ഇത് അച്ചടിപ്പശകാണോ അതോ സുറിയാനിയിൽ നിന്ന് തർജ്ജമ ചെയ്തപ്പോൾ വന്ന എന്തെങ്കിലും പ്രോബ്ലമാണോ 5 എങ്ങനെ 10 ആയത്? അപ്പോൾ ഇത് സത്യത്തിൽ 10 ഇന്ദ്രിയങ്ങളുണ്ടോ മനുഷ്യർക്ക്? കാല്, കൈ, അങ്ങനെയാണോ? ഇന്ദ്രിയങ്ങൾ എത്രയാണുള്ളത്? പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെയാണ്? കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ത്വക്ക്, ഇവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് ശാസ്ത്രം പഠിപ്പിക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൂടാതെ വേറെ പഞ്ചേന്ദ്രിയങ്ങളും കൂടെ ഉണ്ട് എന്ന് പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ എഴുതിയിരിക്കുന്നു. ദശേന്ദ്രിയങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കറിയാം, ബാക്കി 5 എവിടെ? അതെവിടെയാണ്? ഇത് ആധ്യാത്മികതയിൽ പ്രത്യേകിച്ച് പൗരസ്ത്യ വേദശാസ്ത്രപരവുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു ആധ്യാത്മിക സത്യമാണ്. സത്യത്തിൽ ഇതാണ് സത്യം, ബാക്കിയെല്ലാം മായയാണ്. ദശേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൂടാതെ ഇതേ ഇന്ദ്രിയങ്ങൾ 5 അകത്ത് വേറെ ഉണ്ടെന്നാണ് പറയുന്നതല്ല, അകത്ത് വേറെ ഉണ്ട്. അകക്കണ്ണ്, അകത്തൊരു മൂക്ക്, അകത്തൊരു നാക്ക്, അകത്തൊരു ചെവി, അകത്തൊരു ത്വക്ക്. ഈ 5 അകത്തുള്ള ഇന്ദ്രിയങ്ങളും കൂടെ ചേർത്തുള്ള ഒരു മനുഷ്യനെയാണ് പൗലോസ് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത്, എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടു വരുന്നു എന്ന്. പുറത്തെ മനുഷ്യൻ ബലഹീനനായി പോകുന്നു എങ്കിലും എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നു. അപ്പോൾ ഈ പുറത്തെ മനുഷ്യൻ്റെയും അകത്തെ മനുഷ്യൻ്റെയും 2 പേരുടെയും കൂടി ഇന്ദ്രിയങ്ങൾ കൂട്ടിച്ചേർത്താണ് 10 ഇന്ദ്രിയങ്ങളായത്. ഞാൻ 10 കമ്പിയുള്ള കിന്നരം കൊണ്ട് നിന്നെ സ്തുതിക്കുമെന്ന് പറഞ്ഞാൽ വീണവായന മാത്രമല്ല ദാവീദ് ഉദ്ദേശിക്കുന്നത്. ഈ 10 ഇന്ദ്രിയങ്ങളും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമാണ്. ഇതെങ്ങനെയാണ് അകത്തെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? യഥാർത്ഥത്തിൽ യേശുവിനെ മണക്കുവാനും രുചിക്കുവാനും കേൾക്കുവാനും
കാണുവാനും തൊടുവാനും പുറത്തെയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാധ്യമാകുകയില്ല. അങ്ങനെ ആരെയും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ ഈ കണ്ണുകൊണ്ട് ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അപ്രാപ്യമാണ്. അത് മോശ നോക്കുവാൻ പോയതുപോലെ ഇരിക്കും. ഇത് കൊണ്ട് ദൈവത്തെ ആസ്വദിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഇതുകൊണ്ട് അകത്തെ കണ്ണ് തുറപ്പിച്ച് അകത്തെ കണ്ണുകൊണ്ടാണ് ദൈവത്തെ കാണേണ്ടത്. അത് തുറക്കണമെങ്കിൽ ഈ പുറത്തെ കണ്ണടയണം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച് നിൽക്കുന്നത്. സത്യത്തിൽ നമ്മൾ കൊച്ചു പിള്ളേരെയൊക്കെ പേടിപ്പിച്ച് കണ്ണടപ്പിക്കും അല്ലേ? പ്രാർത്ഥിക്കുന്ന സമയത്ത് അടയ്ക്കടാ കണ്ണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. ഇത് സത്യത്തിൽ പേടിപ്പിച്ച് ചെയ്യേണ്ട കാര്യമല്ല. കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യണം, അത് വേറെ കാര്യം. എന്നാൽ ആ സ്റ്റേജ് കഴിയുമ്പോൾ, അകത്തെ കണ്ണ് തുറന്നു കഴിയുമ്പോൾ അറിയാതെ അടഞ്ഞു പോകുന്നതാണ് പുറത്തെ കണ്ണ്. അപ്പോൾ അകത്തെ കണ്ണ് ആക്ടിവേറ്റഡ് ആണെങ്കിൽ പുറത്തെ കണ്ണ് ഇന്ദ്രിയം അടയണം. പകുതി അടഞ്ഞാൽ അവിടെ പകുതി തുറക്കും, മുക്കാലടഞ്ഞാൽ അവിടെ മുക്കാൽ തുറക്കും. ഇച്ചിരി അടഞ്ഞുള്ളെങ്കിൽ അവിടെ ഇച്ചിരി തുറക്കുകയുള്ളൂ. മുഴുവൻ അടഞ്ഞാൽ അകം മുഴുവൻ തുറക്കും. ഏത് സുഖത്തിൻ്റെയും ഏത് ദുഃഖത്തിൻ്റെയും പാരമ്യത്തിൽ കണ്ണുകൾ അടഞ്ഞു പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണുകൾ മാത്രമല്ല, അതിൻ്റെ ആ പാരമ്യത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കഴിയുമ്പോൾ സർവ്വ ഇന്ദ്രിയങ്ങളും അടഞ്ഞു പോകും. ഏത് സുഖ അനുഭൂതിയുടെയും ഏത് ദുഃഖത്തിൻ്റെ അങ്ങേയറ്റം പറ്റുമ്പോഴും കണ്ണുകൾ അടഞ്ഞു പോകും. ഇത് അകത്തെ കണ്ണ് ആക്ടിവേറ്റഡ് ആകുന്നതിൻ്റെ ലക്ഷണമാണ്. മശിഹായുടെ പരിമളവാസന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മശിഹായുടെ പരിമളവാസന നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ കേൾക്കുകയും നമ്മൾ ജാഗരിക്കുകയും നമ്മൾ അറിയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് മശിഹായുടെ പരിമളവാസന. എന്നാൽ എന്ന് പറഞ്ഞാൽ യേശുവിനൊരു പരിമളവാസനയുണ്ട് പോലും, ഒരു മണമുണ്ട് പോലും. ആ മണത്തെ നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? ഈ മൂക്ക് വെച്ചാണോ? പിന്നെ ഏത് മൂക്ക് വെച്ച്? അപ്പം വേറൊരു മൂക്കുണ്ടെന്നർത്ഥം. അപ്പം ഇതാണ് പിതാക്കന്മാർ പറയുന്നത്, അകത്ത് വേറെ എക്സ്ട്രാ ഇന്ദ്രിയങ്ങളുണ്ടെന്ന്. സ്പർശനം. കർത്താവിൻ്റെ ദേഹത്ത് തൊടുവാൻ വേണ്ടി ഒരു സ്ത്രീ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ തിക്കിത്തിള്ളി വരികയാണ്. കർത്താവിനെയാണ് ജനം തിക്കി നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരുപാട് പേർ സ്പർശിക്കുകയും മുട്ടുകയും തള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് കർത്താവ് പെട്ടെന്ന് അവിടെ നിന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് എന്താണ് പറഞ്ഞത്? എന്നെ ആരോ തൊട്ടു. പുരുഷാരവും ശിഷ്യന്മാരും എല്ലാം കളിയാക്കാൻ തുടങ്ങി. നീ എന്നെ ഈ പറയുന്നത്, നിന്നെ ആരോ തൊട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ എത്ര തവണ നിന്നെ തൊട്ടു, എല്ലാവരും നിന്നെ തിക്കി തിരക്കി ഇടിച്ചുകൊണ്ട് പോകും, അതിൻ്റെ ഇടയ്ക്കാണോ നീ എന്നെ തൊട്ടു എന്നൊക്കെ പറയുന്നത്? അല്ല, എന്നെ ഒരാൾ തൊട്ടു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഈ പെണ്ണുമ്പുള്ള ഈ സ്ത്രീ, പാവം പിടിച്ച സ്ത്രീ പറയുന്നത്, അയ്യോ കർത്താവേ, ഞാനാണ്, ക്ഷമിക്കണം. സത്യത്തിൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലയിൽ മാത്രമേ അവൾക്ക് സ്പർശിക്കാൻ കഴിഞ്ഞുള്ളൂ, ദേഹത്ത് പോലും തൊട്ടില്ല. എന്ന് പറഞ്ഞാൽ പുറകിൽ തൂങ്ങിക്കിടക്കുന്ന ഇതുപോലെ കിടക്കുന്ന അതിൻ്റെ അറ്റത്തൊന്ന് തൊട്ടതേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വളരെ ലൂസായിട്ടുള്ള വസ്ത്രമായതുകൊണ്ട് ഇവിടെ വന്ന് ആരെങ്കിലും ഒന്ന് അറിയാതെ വന്ന് തൊട്ടേച്ച് പോയാൽ ഞാൻ അറിയില്ല, സെൻസ് എനിക്ക് കിട്ടുകയില്ല. കാരണം എൻ്റെ ദേഹത്ത് സ്പർശിച്ചിട്ടില്ല. കർത്താവിൻ്റെ ദേഹത്ത് ആ സ്ത്രീ തൊട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഈ തൊടലിൻ്റെ രഹസ്യം കർത്താവിന് വെളിവായി? അപ്പോൾ തൊടൽ നടന്നത് വേറെ എവിടെയോ ആണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, സ്പർശനത്തിലും അകത്ത് സ്പർശനമുണ്ട്. അപ്പോൾ ഈ തൊടലിലൊരു ട്രാൻസ്മിഷൻ ഓഫ് എനർജി നടന്നു. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് കർത്താവിന് മനസ്സിലായത്. ആ ട്രാൻസ്മിഷൻ ഓഫ് എനർജി നടന്നത് അവളുടെ അകത്തെ തൊക്കുകൊണ്ട് കർത്താവിൻ്റെ അകത്തെ തൊക്കിലേക്കാണ് സ്പർശനം നടന്നത്. അവളുടെ അകത്തെ തൊക്കുകൊണ്ട് കർത്താവിൻ്റെ അകത്തെ തൊലിയിലേക്ക് സ്പർശിക്കാൻ ചെന്ന് സ്പർശനം നടന്നപ്പോൾ ഉടയവൻ്റെ ഉള്ളിൽ നിന്ന് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു. എനർജി ട്രാൻസ്മിഷൻ നടന്നപ്പോഴാണ് കർത്താവിന് മനസ്സിലായത്, എന്നെ ആരോ തൊട്ടു, തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങനെയാണ്. കർത്താവിനെ കാണുന്നതും കർത്താവിനെ മണക്കുന്നതും കർത്താവിനെ തൊടുന്നതും കർത്താവിനെ രുചിക്കുന്നതും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീന്ന്
മനസ്സിലാക്കുന്നത് വിശുദ്ധ കുർബാനയുടെ ഗോതമ്പപ്പത്തിൻ്റെ ഉപ്പ് കൂടിയിട്ടോ അല്ലെങ്കിൽ വീഞ്ഞിൻ്റെ ഏത് ബ്രാൻഡാണ് വീഞ്ഞ് ഉപയോഗിച്ചതെന്നുള്ളത് നോക്കിയിട്ടൊന്നുമല്ല. യഹോവയുടെ രുചി എന്ന് പറയുന്നത് അകത്തെ നാക്കിലേ അറിയുവാൻ പറ്റത്തുള്ളൂ. യഹോവയുടെ ശബ്ദം കേൾക്കുവാൻ അകത്തെ ചെവി കൊണ്ടേ സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ടാണ് ശൗമേൽ ബാലൻ യഹോവയുടെ വിളി കേട്ടപ്പോൾ ഏലി അവസാനം പറഞ്ഞു കൊടുത്തത്, കുഞ്ഞെ ഇനിയും വിളിക്കുവാണെങ്കിൽ. ഏലിക്ക് കാര്യം പിടികിട്ടി. ശൗമേൽ ബാലന് സംഭവം ഇൻ്റലക്ച്വൽ ലെവലിൽ മനസ്സിലാകുന്നില്ല, അകത്ത് വിളി കേൾക്കുന്നുണ്ട്. ശൗമേൽ ബാലൻ പെട്ടെന്ന് അത് ഇൻ്റലക്ച്വലി മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ബോധതലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വ്യാഖ്യാനിച്ച് നോക്കുവാണ്. ഇത് എന്നെ ആരാ വിളിക്കുന്നത്? പുരോഹിതൻ വിളിച്ചിട്ടില്ല, പുരോഹിതൻ അപ്പച്ചനോട്ട് വിളിച്ചിട്ടുമില്ല, ഞാൻ ആരോ എന്നെ വിളിക്കുന്ന ശബ്ദവും കേൾക്കുന്നു. അപ്പച്ചനോട് എന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. 2 3 അപ്പച്ചന് കാര്യം പിടികിട്ടി. കാരണം ദൈവിക രഹസ്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവർക്ക് ദൈവിക മർമ്മങ്ങൾ കൂടുതൽ അറിയുവാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട്, ആ ദൈവിക രഹസ്യം പിടികിട്ടിയതുകൊണ്ട് പുരോഹിതൻ ശൗമേൽ ബാലനോട് പറഞ്ഞു, കുഞ്ഞ് ഇനിയും വിളിച്ചാൽ യഹോവേ അരുളി ചെയ്താലും അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അപ്പം ശൗമേൽ ബാലന് അകത്ത് വിളി കേട്ടെങ്കിലും ബോധം വന്ന് ബോധത്തിലിട്ടാണ് ഈ വിളിയെ അദ്ദേഹം തൻ്റെ ബുദ്ധിയിലിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക. ദൈവിക കാര്യങ്ങൾ ബുദ്ധിയിലിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ എങ്ങും എത്തത്തില്ല. അതെന്താണ് അങ്ങനെ ചെയ്തത്, അതെന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വിട്ട് പരസ്പരം കൂട്ടി ഇണക്കി കുഴച്ച് ആകെപ്പാടെ ഇത് കൺഫ്യൂഷനാക്കാമെന്നുള്ളതല്ലാതെ ഇതെങ്ങും എത്തത്തില്ല. ആത്മാവിൻ്റെ വ്യാപാരമേ വേറൊരു തലമാണ്. കാരണം ബുദ്ധിയും ശരീരവും രണ്ടും ഇല്യൂഷൻസാണ്. ഇല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ മായയാണ്. അടുത്ത ഇടയ്ക്ക് ഇച്ചിരി ഡീപ്പായിട്ടൊരു കാര്യം പറയാൻ പോവാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. മനസ്സിലാക്കാൻ പറ്റാഴിയൊന്നുമില്ല ഇതിനകത്ത്. അടുത്ത ഇടയായിട്ട് അമേരിക്കയിലെ നാസ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്പേസ് ടെക്നോളജി എല്ലാം പഠിച്ച് അതിൻ്റെ എല്ലാ പ്രയോഗങ്ങളും പ്രാവർത്തികമാക്കുന്ന സ്പേസ് സ്റ്റേഷനാണ് നാസ എന്ന് പറയുന്നത്. അവരിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഏറ്റവും ലേറ്റസ്റ്റ് തിയറി എന്ന് പറയുന്നത് ദ എൻറ്റയർ യൂണിവേഴ്സ് ഈസ് എ ഹോളോഗ്രാഫിക് ഇമേജ് എന്നാണ് പറയുന്നത്. ഇത് വിശ്വാസമല്ല, ഇത് പഠനമാണ്. എന്താണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി തരാം. ഹോളോഗ്രാഫിക് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അതെന്താണെന്ന് ആദ്യം പറഞ്ഞു തരാം. ഇപ്പോൾ ഈ പുസ്തകം, ഇതൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഹോളോഗ്രാഫിക് ഇമേജ് എന്ന് പറയുന്ന ഒരു ഇമേജ് അന്തരീക്ഷത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവരതിന് പ്രത്യേകമായ ഒരു ടെക്നോളജി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പുസ്തകം വെച്ചിട്ട് ആ പുസ്തകത്തിൻ്റെ പുറകിൽ കൂടി ലേസർ രശ്മികൾ കടത്തിവിടുന്നു. 2 ലേസർ രശ്മികൾ അത് എക്സ്പെരിമെൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. ആ ലേസർ രശ്മികൾ ഈ പുസ്തകത്തിൻ്റെ ഉള്ളിൽ കൂടി കടന്ന് 2 റേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ ഒന്നിപ്പിക്കുന്നു. അപ്പോൾ ഈ 2 റേസും കൂടി ഒന്നിപ്പിക്കുന്നത് ഒരു പ്രത്യേക ഷീൽഡിൻ്റെ പുറത്താണ്. ഈ ഫോട്ടോയുടെ അത്രയും വലിപ്പമുള്ള ഒരു ഷീൽഡിലോട്ടാണ് ഈ 2 രശ്മികളും കൂടി കൂട്ടിമുട്ടിക്കുന്നത്. കൂട്ടിമുട്ടിച്ച് കഴിയുമ്പോൾ ഈ രശ്മികൾ ഹോളോഗ്രാംസ് എന്ന രീതിയിൽ ഇത് ഫോം ചെയ്യപ്പെടുന്നു. ഹോളോഗ്രാംസ് എന്നുള്ള രീതിയിൽ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ നമ്മൾ ശാന്തമായൊരു വെള്ളത്തിന്മേൽ കല്ലെറിയുന്നു എന്ന് വിചാരിക്കുക. കല്ലെറിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു വട്ടം ഉണ്ടാവും. ഒരു കല്ലും കൂടെ എറിയുക എന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റൊരു വട്ടം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ വട്ടവും ഈ വട്ടവും കൂടെ ഇണഞ്ഞു പിണഞ്ഞിങ്ങനെ കിടക്കും. അങ്ങനെ ഒരു 10,000 വൃത്തങ്ങൾ ഫോം ചെയ്താൽ എല്ലാ വൃത്തങ്ങളും ഇങ്ങനെ ഇണപിണഞ്ഞ് കിടക്കും. അതിനെയാണ് ഹോളോഗ്രാം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ലേസർ രശ്മികൾ ഈ പുസ്തകത്തിൽ കൂടി കടന്നു പോകുന്ന 2 ലേസർ രശ്മികൾ ഒരു ഹോളോഗ്രാമിൽ കൂടി, ഒരു ഹോളോഗ്രാം ഇമേജ് പോലെ ഒരു ഷീൽഡിൽ പതിക്കുന്നു. എന്നിട്ട് ആ ഷീൽഡിൻ്റെ ബാക്കിൽ കൂടി മറ്റൊരു ഇലക്ട്രോൺ ലേസർ രശ്മികൾ കടത്തി വിടുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഇമേജ് അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. കണ്ടു കഴിഞ്ഞാൽ ഇതാണോ ഒറിജിനൽ പുസ്തകം, അതാണോ ഒറിജിനൽ പുസ്തകം നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്, വിത്ത് 3D or 4D or 5D ഡയമെൻഷൻ. പെർഫെക്റ്റായിട്ട് ഈ പുസ്തകവും ആ പുസ്തകവും കൂടെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇനിയും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിനെ തൊടാൻ ശ്രമിച്ചാൽ മതി എന്നാണ് പറയുന്നത്. തൊടാൻ ശ്രമിക്കുമ്പോൾ ഇതാണെങ്കിൽ നമുക്ക് തൊടാൻ സാധിക്കും, മറ്റേതാണെങ്കിൽ കൈ അതിനകത്തൂടെ കയറിപ്പോവും. അപ്പോൾ ഇതിനെയാണ് ഹോളോഗ്രാഫിക് ഇമേജ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചിട്ടുള്ളതും മൈക്കിൾ ജാക്സൻ്റെ ഒക്കെ മ്യൂസിക് ഷോ ഹോളോഗ്രാഫിക് ഇമേജിൽ കൂടെ നടത്തപ്പെട്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പനീസൊക്കെ ഇൻ്റർവ്യൂസ് നടത്തുന്നത് അങ്ങനെയാണ്. ഇവിടെ ഇരുന്നുകൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്, പക്ഷേ എന്നെ ഇതേ ഡെസ്കും ഇതേ വേഷത്തിലും ഇതേ ഭാവത്തിലും രൂപത്തിലും ലോകത്തിൻ്റെ വേറൊരു സ്ഥലത്ത് അവിടെ ആരിയ്ക്കുന്നു അയാളുടെ മുമ്പിൽ എനിക്ക് ചെല്ലുവാൻ സാധിക്കും. എൻ്റെ ഹോളോഗ്രാഫിക് ഇമേജ് അല്ലെ ഹോളോഗ്രാം ഇമേജ് അവിടെ കൊണ്ടുവന്നാൽ മതി. അതിനുള്ള ടെക്നോളജി അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുകയില്ല. പണ്ടൊരു കാലത്ത് സ്കൈപ്പിൽ കൂടെ സംസാരിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ അന്നത്തെ ജനത്തിന് സാധ്യമാവത്തില്ലായിരുന്നു. ഇപ്പോൾ അത് സാധ്യമാവുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഈ പറയുന്ന കാര്യം നമുക്കിപ്പോൾ അത്ര എളുപ്പം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഇത് നടന്നിട്ടുള്ള കാര്യമാണ്. ഈ ഞാൻ പറഞ്ഞില്ലേ, മരിച്ചുപോയ മൈക്കിൾ ജാക്സൻ്റെ ഒക്കെ ഷോ അങ്ങനെ വെച്ചിട്ടുണ്ട്, ഹോളോഗ്രാഫിക് ഇമേജ് പോലെ വെച്ചിട്ടുണ്ട്. മൈക്കിൾ ജാക്സൺ പാട്ട് പാടുന്ന അമേരിക്കയിൽ ഇരുന്നുകൊണ്ടായിരിക്കും, പക്ഷേ ഷോ നടക്കുന്നത് അങ്ങ് ശ്രീലങ്കയിലായിരിക്കും. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഹോളോഗ്രാം ഇമേജ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ മാത്രമാണ്. ഇനിയും പറയാൻ പോകുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സയൻറ്റിസ്റ്റ് ഇപ്പോൾ പറയുന്നത് ദ എൻറ്റയർ യൂണിവേഴ്സ് ഇൻക്ലൂഡിങ് സ്റ്റാർസ്, സ്കൈ, whatever that which we see around the universe is just a holographic image that does not exist there എന്നാണ് പറയുന്നത്. അതായത് ഈ കാണുന്ന സർവ്വ ഭൂമി, ഗാലക്സി, സൂര്യൻ, ചന്ദ്രൻ, സർവ്വ സംഗതികൾ, നിങ്ങൾ കാണുന്ന ഈ സാധനം ആ സാധനം എല്ലാം ഇത് ജസ്റ്റ് ഹോളോഗ്രാഫിക് ഇമേജാണ്. ഇതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ കാണുന്നേ ഉള്ളൂ, അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് സയൻസ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോഴല്ല, 1973 മുതൽ അതിനുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴതിനുവേണ്ടി കൂടുതൽ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിലെ ഒരു ഉൾപ്രദേശത്തെ ധ്യാനാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ നാസയിലെ ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിന് ഇതെല്ലാം കൂടെ മനസ്സിലാക്കി തലയ്ക്ക് ഇതായിട്ട് അല്ലെങ്കിൽ റിയലൈസേഷൻ വന്നിട്ട് ഇപ്പോൾ മെഡിറ്റേഷൻ നടത്തുകയാണ്. കാരണം എല്ലാം മായയാണല്ലോ. ഉപനിഷത്തുകളിലും വേദപുസ്തകത്തിലും എല്ലാം പറയുന്നതാണല്ലോ, സർവ്വതും മായയാണ്. പക്ഷേ അപ്പം നമ്മൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ഇതെല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് തൊടാമല്ലോ. ഇത് റിയൽ അല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഈ മൈക്കയിൽ എനിക്ക് തൊടാം, ഇത് റിയൽ അല്ലെന്ന് പറയുന്നു. തൊടുകയല്ലേ, ഞാൻ ഇതിനെ ടച്ച് ചെയ്യല്ലേ, പിന്നെന്താ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരതിന് കൊടുക്കുന്ന മറുപടി, എ ഹോളോഗ്രാമിക് ഇമേജ് ക്യാൻ feel the touch of another holographic image. എൻ്റെ ബോഡിയും നിങ്ങളുടെ ശരീരവും ഹോളോഗ്രാഫിക് ഇമേജിനകത്ത് പെടുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തൊടാൻ പറ്റുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകത്തിന് ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജ് വരാൻ കാരണം ഇതിനൊരു റിയൽ ഇമേജ് ഉള്ളതുകൊണ്ടാണല്ലോ. ഈ പുസ്തകം റിയലായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ ഇതിനൊരു ഇമേജ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന എൻ്റയർ യൂണിവേഴ്സ് ഒരു ഇമേജ് ആണെന്ന് പറയണമെങ്കിൽ ഇതിനൊരു റിയാലിറ്റി വേറെ ഉണ്ടാവണമല്ലോ. അതെവിടെയാണ്? അവിടെയാണ് സയൻസ് അന്വേഷണം തുടങ്ങിയത്. ആ പോയിന്റിലാണ് അന്വേഷണം തുടങ്ങിയത്. കാരണം ഒരു റിയൽ സാധനമില്ലാതെ ഒരു ഇമേജ് ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു, ഈ ഭൂമിയിൽ കാണുന്നതും നമ്മളുടെ ഈ ദൃഷ്ടിക്ക് പെടുന്നതുമായ എല്ലാ കാര്യങ്ങളും ഒരു ഹോളോഗ്രാഫിക് ഇമേജ് മാത്രമാണെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു ഇമേജ് എന്ന് പറയുമ്പോൾ ഇമേജ് ഉണ്ടാകണമെങ്കിൽ അതിനൊരു റിയാലിറ്റി പറയൽ വേണമല്ലോ.
ഒരു റിയലായിട്ടുള്ള സാധനത്തിന് ഇമേജ് ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് സയൻസ് പോലും മെഡിറ്റേഷനിലേക്ക് തിരിഞ്ഞിട്ട് മെഡിറ്റേഷനിൽ കൂടി അതിൻ്റെ സത്യത്തെ അവർ തിരിച്ചറിയാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സയൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ സത്യം ആദിമ അല്ലെങ്കിൽ പഴയ ആധ്യാത്മിക ഗുരുക്കന്മാർക്കും വിശുദ്ധന്മാർക്കും മഹർഷിമാർക്കും മുനിമാർക്കും ഒക്കെ ഇത് ഈശ്വരൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരന്നേ പറഞ്ഞിരുന്നു ഇതെല്ലാം കാണുന്നതെല്ലാം മായയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല, ഇതെല്ലാം മായയാണ്. പക്ഷേ മായയിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ട ഒരു സ്റ്റേജുണ്ട്, അതാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മായയുടെ പുറകിൽ ഒരു കോൺഷ്യസ് എനർജി ഉണ്ട് പോലും. കോൺഷ്യസ് എനർജി എന്ന് പറയുന്നതിനെ മലയാളീകരിക്കാൻ എനിക്ക് സാധ്യമാകുന്നില്ല. ഒരു ഉള്ളിലൊരു ഈ സൃഷ്ടി മുഴുവനും ഒരു എനർജി വ്യാപിക്കുന്നുണ്ട്, ഒരു ഊർജം. ആ ഊർജം ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുമുണ്ട്. എന്നാൽ ആബ്സല്യൂട്ട് കോൺഷ്യസ് എനർജി എന്ന് പറയുന്ന മറ്റൊരു എനർജിയും കൂടി ഉണ്ട്. മറ്റൊരു എനർജി അല്ലേ, രണ്ടും ഒന്ന് തന്നെ. പക്ഷേ ഈ ആബ്സല്യൂട്ട് കോൺഷ്യസ് എനർജി എന്ന് പറയുന്ന ഒരു എനർജി ലെവലും ഉണ്ട്. സത്യത്തിൽ ഈ ആബ്സല്യൂട്ട് കോൺഷ്യസ് എനർജിയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ഈ ആബ്സല്യൂട്ട് കോൺഷ്യസ് എനർജിയുടെ ഒരു പാർട്ട് ആണ് നമ്മുടെ ഉള്ളിലും സൃഷ്ടി മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആബ്സല്യൂട്ട് കോൺഷ്യസ് എനർജിക്ക് അകത്ത് വരുന്നതാണ് ഇതെല്ലാം. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സൃഷ്ടി ഉണ്ടായത് ദൈവത്തിൻ്റെ ഉള്ളിൽ ആണ്. ദൈവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഉള്ളിൽ സാധാരണ രീതിയിൽ നമ്മുടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ നമുക്ക് തോന്നുന്നത്. ഒരു തേർഡ് പേഴ്സണായിട്ട് നമ്മളെടുത്ത് അപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനും നമ്മുടെ കുറേ കാര്യങ്ങൾ പറയാനും നമ്മൾക്ക് കുറേ ആവശ്യങ്ങൾ നേടിയെടുക്കാനും നമ്മൾക്കിടയ്ക്ക് സ്തുതിക്കാൻ തോന്നുമ്പോൾ സ്തുതിക്കാനും വഴക്കൂടാൻ തോന്നുമ്പോൾ കുറച്ച് വഴി പറയാനുമുള്ള വേറൊരു രൂപമായിട്ട് നമ്മളുടെ മുമ്പിൽ ദൈവത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കരുത്. ദൈവം അതിനൊക്കെ അപ്പുറമാണ്. അഭിനന്ദനായ കാലം ചെയ്ത ഉസ്താദ് ശ്രീമേനി ഒരിക്കൽ പറയുകയുണ്ടായി, ത്രിത്വത്തിനും അപ്പുറമാണ് ദൈവം എന്ന്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അത്രേ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുള്ളൂ. എന്താണ്? പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ ആകുന്ന സത്യ ഏക ദൈവം. അതിന് ഉസ്താദ് തിരുമേനി മറ്റൊരു വാക്കുകൂടെ മലയാളത്തിലുണ്ടാക്കി. അങ്ങനൊരു വാക്കുണ്ടോ എന്നറിയത്തില്ല, തിരുമേനി ഉണ്ടാക്കിയ വാക്കാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ വേദശാസ്ത്രം അധികം അങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ആൾക്കാർ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളുകയില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ആനന്ദവും ദൈവത്തിൻ്റെ സന്തോഷവും ആസ്വദിക്കുന്നതിനേക്കാളിൽ താല്പര്യം നമുക്ക് ദൈവത്തെ പ്രതി വഴക്കുകൂടാനാണ്. വിശ്വാസങ്ങളെ പ്രതി വഴക്കുകൂടൽ, അതും തിരുമേനി പറയുമായിരുന്നു. വിശ്വാസവും ഫൈറ്റിംഗ് ആണ് വെച്ചാൽ, ഹോപ്പും ഫൈറ്റിംഗ് ആണ്. സ്നേഹം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇവയിൽ വലുതോ സ്നേഹം അത്രയെന്ന് പൗലോസ്ലീഹ എടുത്തു പറയാൻ കാരണം അതാണ്. നമ്മൾ വിശ്വാസത്തിൽ കൂടി ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നു, സ്നേഹത്തിൽ കൂടി കാണാൻ ശ്രമിക്കുന്നില്ല. അവിടെയാണ് പരാജയം. നമ്മളുടെ എല്ലാം പരാജയത്തിൻ്റെ കിടപ്പ് അവിടെയാണ്. വിശ്വാസം വിടാതെ കാത്തുകൊള്ളുന്നവരാണ് നമ്മൾ. അത് വേണ്ടെന്നല്ല. പക്ഷേ വിശ്വാസം, എൻ്റെ സഹോദരനെ കാണുമ്പോൾ എനിക്ക് അവനോട് അമർഷം തോന്നിക്കുന്ന തരത്തിലുള്ള വിശ്വാസമാണ് എനിക്കുള്ളതെങ്കിൽ ആ വിശ്വാസം കൊണ്ട് എന്ത് ദൈവസ്നേഹമാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് ആദ്യം ആവേണ്ടത് നല്ല മനുഷ്യനാണ്. നമ്മൾ ആദ്യം നല്ല ഓർത്തഡോക്സുകാരാകാൻ ശ്രമിക്കും, കറതീർന്ന് ഓർത്തഡോക്സുകാരാവും. ആദ്യം ആവേണ്ടത് നല്ല മനുഷ്യനാകുക, എന്നിട്ട് നല്ലൊരു ക്രിസ്ത്യാനിയാകുക. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനെല്ലാം ക്രിസ്ത്യാനിയാണ്. നല്ല മനുഷ്യനാകുക, ക്രിസ്ത്യാനിയാകുക, എന്നിട്ട് നല്ല ഓർത്തഡോക്സുകാരനാകുക. ഇത് നമ്മൾ നല്ല വീറുള്ള ഓർത്തഡോക്സുകാരാണ്, നല്ല ക്രിസ്ത്യാനിയുമല്ല, നല്ല മനുഷ്യരുമല്ല. പിന്നെ വിശ്വാസത്തിൻ്റെ പേരിൽ പറഞ്ഞ് ഫൈറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് തിരുമേനി എന്ന് പറഞ്ഞത്,
വിശ്വാസത്തിൽ പിശാചുണ്ട്, ഹോപ്പിലും പിശാചുണ്ട്, സ്നേഹത്തിൽ അതില്ല. സ്നേഹം വരുമ്പോൾ ഇതെല്ലാം മാറിപ്പോവും. അതുകൊണ്ടാണ് വിശ്വാസം നിന്നുപോവും, പ്രത്യാശയും നിന്നുപോവും, സ്നേഹമോ നിലനിൽക്കും. സ്നേഹിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. നല്ല മനുഷ്യരാകുക, നല്ല മനസ്സുള്ളവരാകുക, എന്നിട്ട് യേശുവിനെ വിളിക്കുക, യേശുവിനെ പോലെ ആകാൻ നോക്കുക. യേശു നല്ലൊരു മനുഷ്യനായിരുന്നു. യേശുവിൻ്റെ മനുഷ്യൻ എന്നുള്ള ഒരു സൈഡ് നമ്മൾ പഠിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ യേശുവിനെ എപ്പോഴും സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. നല്ലത് തന്നെ, യേശു ദൈവം തന്നെ. പക്ഷേ യേശു മനുഷ്യനായിട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ടേ. ആ മനുഷ്യനായ യേശു ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിച്ച്, മനുഷ്യനായിരുന്നപ്പോൾ അദ്ദേഹം സഹിച്ചതും സന്തോഷിച്ചതും വഹിച്ചതുമായ എല്ലാ പീഡനങ്ങളെയും ധ്യാനിച്ചാൽ ഒരു മനുഷ്യൻ എങ്ങനെയാവണം അല്ലെ ആയിരിക്കണമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ധാരണയെങ്കിലും നമുക്ക് കിട്ടും. ദാഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ശമറിയക്കാരിയായ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഒരു പാത്രം വെള്ളം കുടിപ്പാൻ തരുമോ എന്ന് അപേക്ഷിക്കുന്ന യഹൂദനായ ഒരു മനുഷ്യനെ അവിടെ കാണാം. ഞാനത് പറയാൻ കാര്യം, യഹൂദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും ശമറിയ സ്ത്രീ എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്ത്രീയും, രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. എന്തുകൊണ്ടും യേശു ക്രിസ്തുവിന് ധൈര്യമായിട്ട് അവളുടെ അടുത്ത് പറയാമായിരുന്നു, കൊണ്ടുപാടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ പറ്റൂ. അവൾ ശമറിയാക്കാരി സ്ത്രീയാണ്, താഴെ കിടയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ യഹൂദ സംസ്കാരത്തിൽ അങ്ങനെ കരുതപ്പെട്ടിരുന്ന ഒരു വർഗത്തിൽ ജനിച്ച സ്ത്രീയാണ്. ഒന്നും പറയാൻ പറ്റുകയില്ല തിരിച്ച്. പക്ഷെ ആ സ്ത്രീയോട് പോലും മോളെ എനിക്കിച്ചിരി വെള്ളം കുടിപ്പാൻ തരാമോ എന്ന് ചോദിക്കുന്ന, രാജാവായിട്ട് നിൽക്കേണ്ട സ്ഥാനത്ത് അപേക്ഷകൻ്റെ യാചനാസ്വരത്തിൽ ചോദിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അത്ഭുതങ്ങളുടെയും രോഗശാന്തി സൗഖ്യത്തിൻ്റെയും മറ്റുമുള്ള വളരെയധികം ഇന്നത്തെ രീതിയിൽ വികലമാക്കപ്പെട്ടിട്ടുള്ള ആധ്യാത്മിക തലത്തിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ അറിയുവാനും നമ്മളുടെ ആഗ്രഹങ്ങളും സാധിച്ചെടുപ്പിക്കാനും നമ്മളെ രോഗങ്ങൾ നീക്കാനുമുള്ള ഒരു ദൈവമായിട്ട് യേശു ക്രിസ്തുവിനെ മാത്രം കണ്ടുകൊണ്ട് അവനെ ആരാധിക്കുക. സ്വാർത്ഥതയല്ലേ അത്? സത്യത്തിൽ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനയിലുള്ള വലിയൊരു പ്രശ്നം അതാണ്. ഇപ്പോൾ ഇത് പ്രാർത്ഥനകളെല്ലാം സ്വാർത്ഥനകളായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളുടെ പ്രയാസങ്ങളും രോഗങ്ങൾ മാത്രം മാറണം എന്നുള്ള ഒരു പ്രത്യേക ഉദ്ദേശ ലാക്കോടുകൂടി മാത്രം പരുമലയിൽ വരിക. പരുമല തിരുമേനി രോഗികളെ സൗഖ്യമാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? പുരോഹിതന്മാർക്ക് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുവാനുള്ള നൽവരം ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പവർ എന്നെപ്പോലെയുള്ളവർ യൂട്ടിലൈസ് ചെയ്യുന്നത് വളരെ കുറവാണെന്നുള്ളതേ ഉള്ളൂ. കാരണം ലോക വ്യാപാരങ്ങളിൽ ഓടി നടക്കുകയാണ്, ശക്തി ഉപയോഗിക്കാൻ സാധ്യമാവുന്നില്ല. പരുമല തിരുമേനി രോഗികളെ സൗഖ്യമാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദരരോഗം ബന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളരെ വേദനയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, രോഗികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സൗഖ്യം പ്രാപിക്കാൻ വരുമ്പോൾ അവിടെ തലയിലേക്ക് കൈവച്ചുകൊണ്ട് മറ്റേ കൈ ഉദരത്തിൻ്റെ തൻ്റെ ഉദരത്തിൽ അമക്കി പിടിക്കും. വേദനിച്ചിട്ട് നിൽക്കാൻ വയ്യേ, വേദനിച്ചിട്ട് നിൽക്കാൻ വയ്യാതെ ഉദരത്തിൽ ഇടത് കൈ അമർത്തി പിടിച്ചുകൊണ്ട് ഈ വന്നിരിക്കുന്ന രോഗിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗി സൗഖ്യമാവുന്നു. പരുമല തിരുമേനിക്ക് സൗഖ്യമില്ല. ഇതാണ് ക്രിസ്ത്യാനിറ്റി. അത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഇവിടെ നിന്നിട്ട് വാരിയലിൻ്റെ അടിഭാഗത്തോട്ട് കൈ അമർത്തി വെച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് തലേ കൈവയ്ക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ വേദന കൊണ്ട് പുളയുകയാകാം. പക്ഷേ ഈ വേദന ഈ വന്ന രോഗിയെ കാണിക്കാതെ വലതുകരം അവൻ്റെ തലയിൽ വയ്ക്കുമ്പോൾ അവന് സൗഖ്യമാവുകയാണ്, ഇവിടെ സൗഖ്യം കിട്ടുന്നില്ല. അപ്പോൾ സൗഖ്യം എന്താണ് എന്നുള്ള കാര്യം
കൂടെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത്. സൗഖ്യമെന്നുള്ള വാക്ക് തന്നെ വളരെയധികം അഗാധമായി പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായൊരു വാക്യമാണ്. നമ്മുടെ പൗരസ്ത്യ ഓർത്തഡോക്സ് ആരാധനയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കർത്താവെ ഞങ്ങളെ സൗഖ്യമാക്കണമേ, ദൈവമേ ഞങ്ങളെ സൗഖ്യമാക്കണമേ. വിശുദ്ധ കുർബാനയിൽ എനിക്ക് തോന്നുന്നു ഇടവിട്ട് ഈ പ്രാർത്ഥനകൾ വന്നുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ നീ സൗഖ്യമാക്കണമേ. പക്ഷേ മുട്ടുവേദനയായിട്ട് വന്നവൻ മുട്ടുവേദനയായിട്ട് തന്നെ പോകുന്നുകൊണ്ട് തലവേദന വന്നവൻ ഒട്ടും കുറവുമില്ല. അകത്തെ നെഞ്ചത്തെ വേദനയും പുറത്തെ വേദനയും എല്ലാം അവിടെയുണ്ട്. എന്നാൽ അത് തീർത്തും ഇല്ലാതാവുന്നില്ല എന്നും പറയുന്നില്ല. അതികഠിനമായ രോഗങ്ങൾ വന്ന് സൗഖ്യമായി പോകുന്നവരുണ്ട്. പക്ഷേ സൗഖ്യം എന്നുള്ള വാക്കിനെ പറ്റി നമ്മൾ ഒന്ന് അഗാധമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടു പോകും. വളരെ ആർത്തിയോടുകൂടി വന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, ഇനി ഞാൻ എന്തിനിതിൽ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ വിചാരിച്ച് നിരാശരായി പോകേണ്ട അവസ്ഥാവിശേഷം നിങ്ങൾ ഒരാൾക്കെങ്കിലും ഇവിടെ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ മനസ്സിലാക്കണം സൗഖ്യം എന്നാൽ എന്താണെന്നുള്ളത് അറിയുക. സത്യത്തിൽ ഇംഗ്ലീഷിൽ ഇതിന് 2 കൃത്യമായ വാക്കുകളുണ്ട്. മലയാളത്തിലെ വാക്കുകളുടെ പരിമിതി കൊണ്ടോ അല്ലെങ്കിൽ ഉപയോഗ സാധ്യതയുടെ പരിമിതി കൊണ്ടോ നമ്മളത് ആ വാക്ക് കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കാറില്ല. ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്. വൺ ഈസ് ഹീലിംഗ്, ദ അതർ ഈസ് ക്യൂറിങ്. ഇപ്പം നമ്മളൊരു ആശുപത്രിയിൽ ചെന്നിട്ട് നമ്മൾ രോഗിയെ കാണാൻ പോവുകയാണ് എന്ന് വിചാരിക്കുക. രോഗിയെ കാണാൻ പോകുമ്പോൾ ഡോക്ടറും അടുത്ത് വരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിക്കുന്നു, ഇയാൾക്ക് എങ്ങനെയുണ്ട്, സുഖമായോ, സൗഖ്യം പ്രാപിച്ചോ? ആ സൗഖ്യമായി, കുഴപ്പമൊന്നുമില്ല, നാളെ പോവാം. അപ്പോൾ നമുക്ക് സന്തോഷം. അപ്പോൾ നമ്മൾ സൗഖ്യത്തെപ്പറ്റി അവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ആൾ വന്നത് തലവേദനയുമായിട്ടാണ്, അല്ലെങ്കിൽ അൾസറുമായിട്ട് ബന്ധപ്പെട്ട അസുഖമായിട്ടാണ് ആശുപത്രിയിൽ വന്നത്. ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ആൾക്ക് സുഖമായി, സൗഖ്യമായി. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഏത് രോഗമായിട്ട് അദ്ദേഹം വന്നുവോ ആ രോഗം മാറി. തലവേദനയാണെങ്കിൽ തലവേദന, അൾസറാണെങ്കിൽ അൾസർ, ക്യാൻസറാണെങ്കിൽ ക്യാൻസർ, എന്ത് അസുഖമാണോ അത് മാറി. അപ്പോൾ സൗഖ്യം എന്നുള്ള വാക്ക് ഈ മലയാളത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന രോഗം മാറുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ മാറുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. എന്നാൽ സൗഖ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതല്ല. അത് സത്യത്തിൽ ക്യൂറിങ് ആണ്. ക്യൂറിങ് അതിന് മലയാളം പദം ഉണങ്ങൽ എന്ന് വേണേൽ പറയാം. ഉണങ്ങി, മുറി ഉണങ്ങി എന്ന് നമ്മൾ പറയില്ലേ, മുറിവ് ഉണങ്ങി. മുറിവ് സൗഖ്യമായി എന്ന് പറയണമെങ്കിൽ വേറൊരു കാര്യം കൂടെ അവിടെ നടക്കണം, എന്നാലേ സൗഖ്യമാവുകയുള്ളൂ. അതിനുദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. പൗലോസ്ലീഹായ്ക്ക് ഈ പറഞ്ഞ പോലെ ഉദരസംബന്ധമായോ മറ്റോ എന്തോ വളരെ കഠിനമായ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. അതെന്ത് അസുഖമാണെന്ന് വേദശാസ്ത്രജ്ഞന്മാർ ഇതുവരെ പഠിച്ചിട്ട് അവർക്ക് പിടികിട്ടിയിട്ടില്ല. ഇന്നത്തെ കാലത്തെ ഒരു ക്യാൻസർ ലെവൽ പോലെയോ അല്ലെങ്കിൽ അൾസറിൻ്റെ വൾഗർ സ്റ്റേജ് പോലെയോ ഉള്ള എന്തോ ഒരു അസുഖമായിരുന്നിരിക്കണം. ഇതിനും അകത്ത് അതികഠിനമായ വേദനയായിരുന്നു. അതികഠിനമായ വേദനയായിരുന്നു എന്ന് പറയുവാൻ കാരണം പൗലോസ്ലീഹായെ പോലെയുള്ള ഒരാൾ എന്ന് പറയുന്നതിൻ്റെ കാര്യം ആധ്യാത്മികതയുടെ ഔന്നത്യത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന, രക്ഷയുടെ മാർഗത്തിൻ്റെ ഓരോ സ്റ്റെപ്പും മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ശാരീരികമായ വേദനയെപ്പറ്റി അധികം വ്യാകുലത ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് ആധ്യാത്മികതയിൽ കൂടുതൽ കാര്യങ്ങൾ അവർ പഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അറിയേണ്ടിയിരിക്കുന്നു. പൗലോസ്ലീഹായെ പോലെ ആധ്യാത്മികതയുടെ രക്ഷയുടെ പടവുകൾ ഓരോന്ന് കയറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തൻ്റെ രോഗസംബന്ധമായൊരു കാര്യം അതിവേദനയാകുന്നുവെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അത്
അതുപോലെ വേദനയുള്ളതും വഹിപ്പാനും സഹിപ്പാനും പാടില്ലാത്തതുമായൊരു വേദനയോ അല്ലെങ്കിൽ തൻ്റെ സുവിശേഷ വേലയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വേദനയോ ആയിരുന്നിരിക്കണം. അതുകൊണ്ട് പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് നീക്കി തരണം, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പരിമൽ തിരുമേനി അതുപോലെ പ്രാർത്ഥിച്ചതാണ്. ഇനിയും സഹിക്കണമല്ലോ ഈ വേദന 2 നാൾ കൂടെ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ്ലീഹയ്ക്ക് ലഭിച്ച മറുപടി എന്താ? എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ നമ്മുടെ വീട്ടിലെ കട്ടിൽപ്പടകളിലൊക്കെ നമ്മൾ വെണ്ടയ്ക്ക അക്ഷരത്തിലുള്ള വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻ്റ് ഇനഫ് ഫോർ യു. എൻ്റെ ഒരു ചോദ്യം, പൗലോസ്ലീഹ സൗഖ്യമായോ ഇല്ലയോ? നിങ്ങൾ പറയണം. സൗഖ്യമായോ? ഇല്ല. അവിടെ നിന്ന് ഇവിടെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. സൗഖ്യമായോ പൗലോസ്ലീഹ എന്നുള്ള ചോദ്യത്തിന് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞത് ഇല്ല എന്നാണ്. അപ്പം നമ്മൾ സൗഖ്യത്തെപ്പറ്റി നമുക്ക് പഠിക്കണം. അപ്പം അത് നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും ഈ വാക്ക് വളരെയധികം ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് ഈ സൗഖ്യം എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാവണം. ഡോക്ടർ രോഗിയോട് വന്ന് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു രോഗിയെപ്പറ്റി നമ്മൾ ഡോക്ടറോട് വിവരം അന്വേഷിക്കുമ്പോഴോ നമ്മൾ ചോദിക്കും, രോഗി സുഖമായോ? രോഗി ഒന്നുകിൽ സുഖമായി എന്ന് ഡോക്ടർ പറയും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. രണ്ടിലും ഉദ്ദേശിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഏത് അസുഖത്താൽ ആ ആൾ അവിടെ അഡ്മിറ്റായോ ആ അസുഖം പോയോ ഇല്ലയോ, അത് മാത്രമാണ്. ഇവിടെ നിങ്ങൾ അതേ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ കുഴപ്പമല്ല. പൗലോസ്ലീഹ സൗഖ്യമായോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന സൗഖ്യമായില്ല എന്നാണ്. കാരണം ആ രോഗം മാറിയതായിട്ട് പറയപ്പെടുന്നില്ല. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പിന്നീട് ഈ കംപ്ലൈൻറ്റ് പൗലോസ്ലീഹ എങ്ങും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം അതിനുശേഷം കർത്താവിൻ്റെ കൃപ ആനന്ദം ഉള്ളിലാക്കിയതിന് ശേഷം ഇതിനെപ്പറ്റി അദ്ദേഹം ബോധേടേ ആയിരുന്നില്ല. വേദനയില്ല എന്നല്ല എൻ്റെ അർത്ഥം. ബോധറേഷൻ വന്നോ, അസ്വസ്ഥനായി. ആ അസ്വസ്ഥത എവിടെയാണ് ഉണ്ടാവുന്നത്? അസ്വസ്ഥത എവിടെയാണ് ഉണ്ടാവുന്നത്? ശരീരത്തിലാണോ അസ്വസ്ഥത ഉണ്ടാവുന്നത്? അസ്വസ്ഥത ഉണ്ടാകുന്നത് മനസ്സിലാണ്. നമ്മളുടെ ഉള്ളിലാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്. മുറിവ് വന്നു, എൻ്റെ മനസ്സാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുവാണെന്നുള്ളത്. ചിലർ ചെറിയ മുറി വരുമ്പോഴത്തേനും അങ്ങ് ഭയങ്കര വെപ്രാളം കാണിക്കും. അയ്യോ, ഇപ്പോൾ അങ്ങ് തീർന്നു പോകുന്ന പോലെയാണ്. എന്തോ ഒരു ചെറിയ മുറി, അവിടെ കിടക്കട്ടെ, അവിടെ ഇച്ചിരി ചോര പോട്ടെ, തീർന്നു, കാര്യം കഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. സെയിം സാധനം, സെയിം മുറിവ്, പക്ഷേ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉള്ളിൽ വന്ന ആറ്റിറ്റ്യൂഡ് വേറെയാണ്. അപ്പോൾ പൗലോസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഇത് അദ്ദേഹത്തെ ഈ പ്രശ്നം ബാധിച്ചിട്ടേയില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത് പൗലോസ്ലീഹായ്ക്ക് മുറിവ് ഉണങ്ങിയില്ല, പക്ഷേ സൗഖ്യമായി. അപ്പോൾ സൗഖ്യം നടക്കേണ്ടത് എവിടെയാണ്? സൗഖ്യം എവിടെയാണ് നടക്കേണ്ടത്? ഉള്ളിലാണ് നടക്കേണ്ടത്. സൗഖ്യം ഉള്ളിലുണ്ടാകുന്ന കാര്യമാണ്. അതാണ് ഹീലിംഗ്. അതുകൊണ്ടാണ് കുഷ്ഠരോഗിയെ കർത്താവ് ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ തൊട്ട് സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ, അതാ മലയാള ഭാഷയുടെ പരിമിതി കൊണ്ട് അവിടെ സൗഖ്യമാക്കി എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ ഉണക്കിയതേ ഉള്ളൂ. കണ്ടാൽ അറയ്ക്കുന്ന, കണ്ടാൽ ആർക്കും അറപ്പുളമാകുന്ന ശരീരപ്രകൃതിയുള്ള ഒരു മനുഷ്യനെ തൻ്റെ സൃഷ്ടാവ് ചെന്ന് തൊട്ട് ആ അറപ്പങ്ങ് മാറ്റി. പക്ഷേ യേശുവമ്പുരാന് മനസ്സിലായി സൗഖ്യം പൂർണ്ണമായില്ല,
ബാക്കി കിടക്കുന്നു. അതുകൊണ്ട് അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ ഇപ്പം എന്നെപ്പറ്റി കിടന്ന് പ്രഘോഷിക്കാനും തുടങ്ങരുത്, മിണ്ടരുത്, ഒരക്ഷരവും മിണ്ടരുത്, നേരെ പുരോഹിതൻ്റെ അടുത്ത് പോയി നിന്നെ തന്നെ കാണിച്ച് ശുദ്ധീകരണത്തിനുള്ള വഴിപാട് തികയ്ക്കണം എന്ന് അവനോട് പറഞ്ഞു. അപ്പം ശുദ്ധീകരണത്തിലുള്ള വഴിപാട് തികയ്ക്കാതെ അവനെന്ത് ചെയ്തു? കിട്ടിയ സന്തോഷം, കിട്ടിയ ഈ സുഖം, അവന് കിട്ടിയത് സുഖമാണ്. ആ സുഖത്തിൽ ഇവൻ നാടുനീളെ പ്രഘോഷിക്കുവാൻ തുടങ്ങി. മർക്കോസ്ലിയ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവൻ്റെ ഈ പ്രഘോഷണം കൊണ്ട് യേശുക്രിസ്തുവിന് അവിടെ നിന്ന് നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോകേണ്ടി വന്നു എന്നാണ്. വാങ്ങിപ്പോകേണ്ടി വന്നു, നിർബന്ധിതനായി. കർത്താവ് പറഞ്ഞാണ്, ഇപ്പം തൽക്കാലം നീ ആരോടും പറയരുത്, കാരണം നിനക്ക് കൊടുത്തവന് മനസ്സിലായി ഇവൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിട്ടില്ല, ഇവന് സുഖമായിട്ടേ ഉള്ളൂ. സൗഖ്യം വരേണ്ടത് ഉള്ളിലാണ്. അത് തികയ്ക്കണമെങ്കിൽ വേറെ ചില പരിപാടികളുണ്ട്. ഉള്ളിലെ പാപങ്ങളും അശുദ്ധതകളും എല്ലാം നീങ്ങി ആനന്ദം നിറയുമ്പോഴേ സൗഖ്യം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ തളർവാദക്കാരനോട് ഇത് പറഞ്ഞില്ല. എന്താ കാര്യം? ആദ്യമേ ഉള്ളിൽ അശുദ്ധീകരണം നടത്തിയത്. നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു വന്നിരിക്കുന്നു, കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നത് ഏതാണ് എളുപ്പം? അതുകൊണ്ട് നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു വന്നിരിക്കുന്നു. ഉള്ളിൽ സൗഖ്യം നടന്നു കഴിഞ്ഞിട്ടാണ് കിടക്കയെടുത്ത് നടക്കാൻ പറയുന്നത്. ഇന്ന് ഇതെല്ലാം നേരെ തിരിച്ച് റിവേഴ്സ് പ്രോസസ്സിൽ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ ഡു വി ബിലീവ് ഇൻ ഗാഡ്? റിവേഴ്സ് പ്രോസസ്സിലാണ് ഇത് നടക്കുന്നതെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, ശരീരത്തിലോ അതുപോലെയുള്ള സ്ഥലത്തോ നമുക്കെന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നാൽ നമ്മൾ നേരെ ദേവാലയത്തിലേക്ക് ഓടുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക് ഓടുന്നു. അങ്ങനെ അവിടെ ഒരു സൗഖ്യം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ദൈവമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിൽ നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ, ഏത് ഈശ്വരനെയാണോ അതിനെയൊക്കെ അങ്ങ് വിശ്വസിക്കുന്നു. എന്നിട്ട് ആ വിശ്വാസത്തിൻ്റെ പുറത്തിൽ നമ്മൾ ആത്മാവുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സത്യത്തിൽ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് ഉള്ളത്. സത്യത്തിൽ ആത്മാവേ ഉള്ളൂ. അതുമാത്രമാണ് ആബ്സല്യൂട്ട് റിയാലിറ്റി. ദ കോൺഷ്യസ് എനർജി ഈസ് ദി സ്പിരിറ്റ്, ദ ബീയിങ്നെസ്, ദ വെരി ബീയിങ്നെസ്. അതേ ഉള്ളൂ റിയാലിറ്റി. ഈ മനസ്സും ഈ ശരീരവും ഇല്യൂഷൻസാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഹോളോഗ്രാഫിക് ഇമേജിൻ്റെ കാര്യം എൻ്റെ ഇടയ്ക്ക് കയറ്റി പറഞ്ഞത്. ശരീരവും മനസ്സും മായയാണ്. ജനിച്ചു വീണപ്പോൾ ഉള്ള ശരീരമാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്? മാറി. 10 വയസ്സാകുമ്പോൾ അത് മാറും. 22 വയസ്സാകുമ്പോൾ അത് വീണ്ടും ചേഞ്ച് ആവും. 50 വയസ്സാകുമ്പോൾ വീണ്ടും ചേഞ്ച് ആവും. 80 വയസ്സാകുമ്പോൾ പിന്നെയും ചേഞ്ച് ആവും. പക്ഷേ നിങ്ങൾ മാറുന്നുണ്ടോ? ഞാൻ എന്ന് പറയുന്ന ദ വെരി ബീയിങ്നെസ്, അഹങ്കാരം കൊണ്ട് പറയുന്ന ഞാനല്ല ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ എന്ന് പറയുന്ന ഒരു അഹങ്കാര, ഞാൻ ഇന്ന ആളാണ്, ഞാൻ അച്ഛനാണ് എന്ന് പറയുമ്പോൾ അഹങ്കാരം, ആ ഞാനല്ല ഉദ്ദേശിക്കുന്നത്. ദ വെരി ബീയിങ്നെസ്, ഞാനെന്ന് എനിക്ക് തന്നെ തോന്നുന്ന അനുഭവം. കണ്ണടച്ച് സർവ്വ ഇന്ദ്രിയങ്ങളും അടച്ചിരിക്കുമ്പോൾ നിങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അനുഭവത്തിനെയാണ് ഞാനെന്ന് പറയുന്നത്. ആ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ, അല്ലെ ഞാനുണ്ട് എന്ന് പറയുന്ന വെരി ബീയിങ്നെസ്, അതാണ് സ്പിരിറ്റ്. അതേ ഉള്ളൂ റിയാലിറ്റി. ശരീരം അഴുക്കാവും, ശരീരം ഒരു ദിവസം നിൽക്കുകയും ചെയ്യും. മനസ്സും നിൽക്കും. കാരണം മനസ്സ് നിത്യമല്ല. ഇന്നലെ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ശരിയല്ലെന്ന് തോന്നും, നാളെ അത് വേറെ കാര്യങ്ങളായിട്ട് പറയും. അപ്പം ഇതൊന്നും സ്റ്റഡിയുള്ള കാര്യമല്ല. സംതിങ് വിച്ച് ഈസ് റിയൽ ആൻഡ് ഇറ്റേണൽ ഈസ് ഓൾവേസ് പെർമനൻറ്റ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യം നിത്യവും ശുദ്ധവും ആണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് നേച്ചേഴ്സ് ഉണ്ടാകുകയില്ല. ദൈവം നിത്യനാണ്. ദൈവത്തിൻ്റെ അംശമാണ് നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ദ വെരി ബീയിങ്നെസ്,
അതുകൊണ്ടാണ് ഹൈന്ദവ ശാസ്ത്രത്തിലെ ആ ഫിലോസഫി സത്യത്തിൽ വളരെ ശ്രേഷ്ഠമാണ്. അഹം ബ്രഹ്മാസ്മി, തത്വമസി. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈശ്വരനാണ് എന്നാണ് പറയുന്നത്. ദ വെരി സ്പിരിറ്റ് ഓഫ് ഓർ ദ വെരി ബീയിങ്നെസ് നേച്ചർ ഓഫ് ourselves ഈസ് ഗാഡ് ഹിംസെൽഫ്. നമ്മളതിനെ ഹോളി സ്പിരിറ്റ് എന്ന് പറയും. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ സ്പിരിറ്റിന് എല്ലാ സാധ്യതയുള്ളതാണ്. പക്ഷേ ഈ സാധ്യതയെ മറച്ചു വയ്ക്കുവാൻ നമ്മളുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും സാധ്യമാകും. ഇതിപ്പോൾ കത്തി നിൽക്കുന്ന ഒരു മെഴുകുതിരിയാണെന്ന് വിചാരിക്കുക നിങ്ങൾ. കത്തി നിൽക്കുന്ന മെഴുകുതിരി പോലെയാണ് നമ്മുടെ ആത്മാവ്. അത് ശുദ്ധമാണ്, ബുദ്ധമാണ്, ബ്രഹ്മമാണ്. ഏത് ദുഷ്ടനെന്ന് നമ്മൾ മുദ്ര കുത്തിയിട്ടുള്ളവൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ദ വെരി ബീയിങ്നെസ് ഓഫ് സ്പിരിറ്റ് ഈസ് പ്യുവർ. കാരണം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയാണ്. എന്നാൽ നമ്മുടെ ചിന്തകളും ഹൃദയങ്ങൾ, ബോധങ്ങൾ, വിചാരങ്ങൾ, അതുകൊണ്ടാണ് പിതാക്കന്മാർ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എവിടെ ഇരിക്കണം? അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് മറിഞ്ഞു പോകും. ഹവ്വയിലും ആദത്തിലും ബോധവിചാരമണ്ഡലങ്ങൾ മറിഞ്ഞു പോയതുകൊണ്ടാണ് തെറ്റിപ്പോയത്. ഈ സ്പിരിറ്റ് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഈ ഹൃദയബോധ വിചാരമണ്ഡലങ്ങളും ലോകത്തിൻ്റെ വ്യാപാരങ്ങളും ചടുതലകളും കള്ളത്തരങ്ങളും എല്ലാം കൂടെ ഇതിൻ്റെ മണ്ടയ്ക്കോട്ടങ്ങ് കവറിങ് ആവും. അത് കിടത്തൊന്നുമില്ല, അതങ്ങനെ തന്നെ നിൽക്കും. അത് കിടാൻ പറ്റില്ല. ഇതിൻ്റെ മണ്ടയ്ക്കാണ് ബോഡി കവറിങ് ഉള്ളത്. അപ്പോഴത്തേക്ക് ഈ ആത്മാവിൻ്റെ സാധ്യത എവിടെ പോയി? ഇങ്ങോട്ട് വരികയില്ല, ഇതിൻ്റെ പ്രകാശം വെളിയിലോട്ട് വരികയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വിളക്ക് കത്തിച്ച്, അത് വിളക്ക് കത്തി തന്നെ ഇരിപ്പുണ്ട്, പറയെങ്കിലല്ല ഇരിക്കേണ്ടത്, തണ്ടിന്മേൽ വിളിക്കണം. ഈ ആത്മാവിൻ്റെ പ്രകാശം ശരീരത്തിന് പുറത്ത് വന്നിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പരിമല തിരുമേനി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഹെഡിൻ്റെ അല്ലെ മുഖത്തിൻ്റെ വട്ടത്തിൽ ഓറ വരച്ചിട്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ പ്രകാശം വെളിച്ചാടിയതാണ്. അപ്പം ഉള്ളിൽ ആത്മാവ് നിത്യശുദ്ധ ബ്രഹ്മമായിട്ടിരിക്കുന്നു. ആ ശുദ്ധ ബ്രഹ്മത്തിൽ നിന്ന് അത് മനസ്സിലേക്ക് അത് വ്യാപരിച്ച് ആ മനസ്സ് ശുദ്ധമാകുന്നു. പക്ഷേ നമ്മൾ ആത്മാവിൻ്റെ വ്യാപാരത്തെ, അതിൻ്റെ സാധ്യതയെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കാതെ മാനസിക വ്യാപാരങ്ങളും ലോകപരമായ വ്യവഹാരങ്ങളിലും അധികമായി ഏർപ്പെട്ട് ആത്മാവിൻ്റെ സാധ്യത മൂടിക്കളയുന്നു. മനസ്സിന് എന്തെങ്കിലും ചാബല്യം വരുമ്പോൾ ആത്മാവിൻ്റെ പ്രകാശത്തെ ഇങ്ങോട്ട് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കുവാനുള്ള അപരമായ സാധ്യതയുള്ള സാധനമാണ് അകത്ത് കത്തി നിൽക്കുന്നത്. അതെല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മളുടെ അറിവ് കേടുകൊണ്ട്, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മളുടെ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ബുദ്ധിപരമായ വിചാര ഹൃദയബോധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ചിന്തകൾ കൊണ്ട് ഒരുവൻ ജഡ്ജ് ചെയ്ത് വെച്ചേക്കുകയാണ്. അവൻ കൊള്ളൂല, അല്ലെ അവൻ കൊള്ളാം. എല്ലാവൻ്റെയും ഉള്ളിൽ കൊള്ളാവുന്നൊരു സാധനം ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് അവനവൻ തന്നെയാണ് പരിഹാരം. പൗലോസ്ലീഹ അത് പറയുന്നുണ്ട്. ആത്മീകനെ ആരും വിവേചിക്കേണ്ടതില്ല, താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല. നിങ്ങളിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും ദൂരീകരിക്കാനുള്ള സാധ്യത നിങ്ങളിലുണ്ട്. പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ അതിനകത്തൊന്ന് അതിനെ ഒന്ന് ജ്വലിപ്പിച്ചാലും മതി. ജ്വലിച്ചിരിക്കുകയാണ്. പുറത്തുള്ള മാനസികവും ശാരീരികവുമായി പുറത്ത് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് നീക്കം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. അതിൻ്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധ സഭ ഈ അനുഷ്ഠാനങ്ങൾ വെച്ചിരിക്കുന്നത്. അതൊരു സഭയുടെ കെട്ടുപാടുകൾക്കുള്ളിൽ നിന്നാൽ അതിന് സാധ്യതയേറും. അതാണ് സഭ ചെയ്യുന്നത്. പരിശുദ്ധ സഭ എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ സഭ നമ്മളെ അതിനുവേണ്ടിയാണ് ക്രമീകരിക്കുന്നത്. അതിനിടയിൽ വിശ്വാസത്തിൻ്റെ ഫൈറ്റിങ്ങും ശാരീരികമായ വ്യവഹാരങ്ങളും ഒക്കെ നടന്നിരിക്കും.
പക്ഷെ അതിനേക്കാളിലൊക്കെ മുൻതൂക്കം ഇതിന് കൊടുത്താൽ ഉള്ളിലുള്ള സൗഖ്യം, ഇത് സൗഖ്യം, ഈ തിരി, കത്തി നിൽക്കുന്ന തിരിയാണ് സൗഖ്യം. അതിനെ ആ വലിയ മെഡിസിൻ അവിടെ ഇരിക്കുകയാണ്. ഈ മെഡിസിൻ ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ എല്ലാം കിടന്ന് ഓടി നടക്കുന്നത്. മെഡിസിൻ തായോ ഉള്ളിലിരിക്കുകയാണ്. ഈ ഉള്ളിലിരിക്കുന്ന മെഡിസിൻ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ മാനസിക ശാരീരിക വ്യവഹാരങ്ങളെക്കാൾ കൂടുതൽ ഉള്ളിലുള്ള ആനന്ദത്തിന് കൊടുക്കണം. ഇതൊരു ആനന്ദമാണ്. സുഖവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? എന്താണ് സുഖവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം? ഈ ഫാൻ ഇവിടെ നിന്ന് എൻ്റെ ദേഹത്തേക്ക് അടിക്കുകയാണ്. നിങ്ങളെല്ലാം ഫാനിൻ്റെ കീഴിലാണ് ഇരിക്കുന്നത്. ഫാൻ ഓഫ് ചെയ്താൽ നിങ്ങളെല്ലാവരും അസ്വസ്ഥരാകും. കാരണം എന്താണ്? ഒരു സുഖമില്ല. ഫാനിൻ്റെ കാറ്റ് നിങ്ങളുടെ ദേഹത്തേക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ അനുഭൂതിയാണ് സുഖം എന്ന് പറയുന്നത്. പക്ഷേ ആനന്ദം കിട്ടണമെന്നില്ല. കിട്ടുമോ? കാറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദം കിട്ടുമോ? അപ്പോൾ ആനന്ദവും സുഖവും രണ്ടും രണ്ടാണ്. സുഖമല്ല ആനന്ദം. സുഖം സത്യത്തിൽ ഒരു വാക്കല്ല. സുഖം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവസ്ഥയല്ല. അതിൻ്റെ കൂടെ ദുഃഖവും കൂടെയുണ്ട്. സത്യത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, സുഖം എന്നുള്ള വാക്കിൻ്റെ ഖം ദുഃഖത്തിൻ്റെ അടുത്ത് വെച്ചേക്കുന്നതായിരിക്കും. ഇതൊരു പാക്കേജാണ്. ഒറ്റ പാക്കേജായിട്ടേ വരത്തുള്ളൂ. ആരും ഈ ഭൂമിയിൽ ജീവിതകാലം മുഴുവൻ സുഖിച്ച് ജീവിക്കാം എന്ന് വിചാരിക്കേണ്ട, നടക്കില്ല. ആരും ഈ ഭൂമിയിൽ ദുഃഖിച്ചു മാത്രം ജീവിക്കാം എന്ന് വിചാരിക്കേണ്ട, അത് നിങ്ങൾ വിചാരിച്ചാലും നടക്കില്ല. സുഖദുഃഖങ്ങൾ സമ്മിശ്രമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനകൾ ഈ സുഖദുഃഖങ്ങളിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സുഖം വരുമ്പോൾ എല്ലാവരും ഓക്കെ, ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ദുഃഖം വരുമ്പോൾ ഉടനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്ന പോലെ അങ്ങോട്ട് വന്നിട്ട് ഇത് മാറിപ്പോണേ, ഇത് മാറിപ്പോണേ, ഇത് മാറിപ്പോണേ. അവസാനം നമ്മളുടെ ആ എനർജി ലെവലിലുള്ള ആ ക്രയവിക്രയം കൊണ്ട് ഇത് മാറിപ്പോവും. പേടിക്കേണ്ട, അടുത്ത ഉടനെ വരും. അതങ്ങനെയാണ്. ഈ ശരീരം ആധിയിൽ നിന്നോ വ്യാധിയിൽ നിന്നോ പൂർണ്ണമായി വിമുക്തമല്ല. ഇത് മണ്ണാണ്. ഇന്നൊരു സാധനം വന്നു, അത് മാറി അടുത്ത വേറെ വരും. എന്നാൽ ഇതാണ് സുഖദുഃഖം. എന്നാൽ ആനന്ദമോ? ആനന്ദത്തിന് സത്യത്തിൽ ഓപ്പോസിറ്റ് വാക്കില്ല മലയാളത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനില്ല. അതേസമയം അതിന് ഹയർ ഡിഗ്രീസ് ഉണ്ട്. ഏതൊക്കെയാണ്? പരമാനന്ദമുണ്ട്, നിത്യാനന്ദമുണ്ട്, അല്ലേ? ഇത് രണ്ടും ആനന്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പരമാനന്ദം, നിത്യാനന്ദം. അല്ലാതെ ദുരാനന്ദമെന്നോ അനാനന്ദം എന്നോ അങ്ങനെയൊന്നും വാക്കുകളില്ല. കാരണം അതിന് അങ്ങനെ ഒരു അവസ്ഥയില്ല. കാരണം എന്താണ്? ആനന്ദം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്നേ വരികയുള്ളൂ. സുഖദുഃഖങ്ങൾ മാനസിക വ്യാപാരങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്നതാണ്. ഇപ്പം ഫാനില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് വിചാരിക്കുകയാണ്, ഫാനില്ലെങ്കിലും എനിക്ക് സുഖമാണ് എന്ന് വിചാരിച്ചാൽ സുഖമാണ്. പക്ഷെ ആനന്ദം വരണമെന്നില്ല. ആനന്ദം ദൈവത്തിൽ നിന്നേ വരത്തുള്ളൂ. അപ്പോൾ സുഖം വന്നാലും ദുഃഖം വന്നാലും ആനന്ദം ഇവയെ ഓവർകം ചെയ്യുന്നതാണെങ്കിൽ സൗഖ്യമായി. ഇതിനെയാണ് സൗഖ്യം എന്ന് പറയുന്നത്. പരിമൽ തിരുമേനി ഇവിടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴേ ദുഃഖമേ ശരീരത്തിലേ ഉള്ളൂ, ഉള്ളിലെ ആനന്ദം ഈ ദുഃഖത്തെ ഓവർകം ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ആനന്ദമാണ് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ല ഈ സുഖമല്ല, അല്ലെങ്കിൽ ഈ സുഖക്കേടുമല്ല. ഉള്ളിൽ കത്തി നിൽക്കുന്ന ദീപം മനസ്സിൽ നിന്നും വെളിയിൽ ചാടി, ശരീരത്തിൽ നിന്നും വെളിയിൽ ചാടി, ഈ പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്ക് അദ്ദേഹം സ്പർശിക്കുന്നോ അവിടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ കാര്യം
മാനസികവും ശാരീരികവുമായ തലങ്ങളിൽ ഉള്ളിലിരിക്കുന്ന കത്തി നിൽക്കുന്ന ദീപത്തിൻ്റെ ആത്മാവിൻ്റെ ശോഭയെ വെളിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം മനസ്സും ശരീരവും സുതാര്യമാക്കി വെച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മളെപ്പോലെ അടച്ചു വെച്ചില്ല. അപ്പോൾ ഈ വേദന ഇവിടെ വരുമ്പോഴും ഉള്ളിൽ ഒരു വല്ലാത്ത ആനന്ദം, നിർവൃതി. ഈ ആനന്ദത്തെയാണ് ശൂന്യത എന്ന് പറയുന്നത്. ഇതാണ് ശൂന്യത. അപ്പോൾ ഇനിയും ആ പ്രാർത്ഥന ശ്രദ്ധിക്കൂ. ശൂന്യതയിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ളതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പണ്ടെല്ലാം ദാരിദ്ര്യാവസ്ഥയിൽ കിടക്കുകയായിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് പണവും പ്രതാപവും ഒക്കെയായി, ഇപ്പോൾ ഞങ്ങളെ ഇങ്ങനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നൊന്നുമല്ല പ്രാർത്ഥനയുടെ അർത്ഥം. സമ്പൂർണതയുടെ, സമാധാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ശ്രേഷ്ഠമായ അനുഭവതലത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ച് ഈ അവസ്ഥയിൽ ഞങ്ങളെ ആക്കി, ആ അവസ്ഥയിൽ തന്നെ ഞങ്ങളെ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ദൈവവും നാഥനും സൃഷ്ടാവുമായിരിക്കുന്ന സത്യമേ എന്നാണ് പ്രാർത്ഥന. കാരണം അതേ ഉള്ളു സത്യം, വേറൊന്നും സത്യമല്ല. ദൈവമേ ഉള്ളൂ, വേറൊന്നുമില്ല. ബാക്കിയെല്ലാം മായയാണ്. Everything that which you see and unseen are illusions, just illusions. പക്ഷേ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ നമുക്കിപ്പോൾ സാധ്യമാവില്ല. അൺലെസ് ഓർ അതർവൈസ് യു ഗോ ത്രൂ thorough മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുക എന്നുള്ളതല്ല, അതൊന്നുമല്ല എൻ്റെ അർത്ഥം. മെഡിറ്റേഷൻ വളരെ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. ആദ്യം ഒരു ഡിസൈൻമെൻറ്റ് ഉണ്ടാകുക എന്നുള്ള മെഡിറ്റേഷൻ്റെ പ്രഥമ ഘടകം. അങ്ങനെ ഈ തിരിച്ചറിവ്, ഈ ആനന്ദത്തിൻ്റെ തിരിച്ചറിവ്, ഈ ആനന്ദമാണ് സൗഖ്യം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന കഴിഞ്ഞു പോകുമ്പോൾ തലവേദനയുള്ളവൻ തലവേദനയായിട്ട് ചിലപ്പം പോയാലും പുരോഹിതൻ ഇടത് കൈ ത്രോണോസിൽ വെച്ചുകൊണ്ട് തിരുശരീരങ്ങളെ സ്പർശിച്ചുകൊണ്ട് തിരുശരീരങ്ങളിൽ ആവഹിപ്പിച്ചെടുത്തുകൊണ്ട് പടിഞ്ഞാറേക്ക് നോക്കി നിങ്ങളോട് പറയുന്ന ഒരു വളരെ ശ്രേഷ്ഠമായൊരു ഒരു 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 സംബോധനയുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തിൽ പോകണം. അതാണ് സൗഖ്യം. വേറെ എന്താണ് സൗഖ്യം? ഇനിയിപ്പം നിങ്ങളുടെ മുറിവെല്ലാം ഉണങ്ങിയെന്ന് വിചാരിക്കുക, മനസ്സിന് സുഖമില്ല, പിന്നെ എന്തുണങ്ങിയെന്നായി പറയണേ? നിങ്ങളുടെ അതികഠിനമായ തലവേദനയ്ക്ക് അടിമയായിരുന്നു, പ്രാർത്ഥിച്ച് 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 തലവേദന മാറ്റി. പക്ഷേ സഹോദരനെ കാണുമ്പം അറപ്പാണ്, വിദ്വേഷമാണ്. സൗഖ്യമായിട്ടേയില്ല. സുഖമായി, മുറിവ് ഉണങ്ങി, സൗഖ്യമായിട്ടേയില്ല. കർത്താവേ, ഞങ്ങളെ ആത്മശരീര മനസ്സുകളെ നീ സൗഖ്യമാക്കണമേ എന്നുള്ള പ്രാർത്ഥന അങ്ങേയറ്റത്തെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. അതിൽ നമ്മൾ ഉണങ്ങലുമുണ്ട്, സൗഖ്യമുണ്ട്. ശരീരത്തിൽ സംഭവിക്കുന്ന സൗഖ്യം ഉണങ്ങലും, മനസ്സിൽ സംഭവിക്കുന്ന പ്രക്രിയ സൗഖ്യവുമാണ്, ഹീലിങ്ങുമാണ്. ആത്മശരീര മനസ്സുകളെ സൗഖ്യമാക്കണമേ. ഇനിയും ശരീരത്തിൽ സൗഖ്യം വന്നാലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് വേണം, ആനന്ദം വേണം. ആനന്ദം പരിശുദ്ധാത്മാവിൽ നിന്നേ വരത്തുള്ളൂ. പക്ഷേ അത് നമ്മളോട് ചോദിക്കുന്നുമില്ല. അതാണ് പ്രശ്നം. ദേവാലയത്തിൽ വരുമ്പോഴും ആരാധനയ്ക്ക് നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, ആരാധിക്കുകയാണ് വേണ്ടത്. പ്രാർത്ഥനയിൽ ആരാധന ഉണ്ടാവണമെന്നില്ല, പക്ഷെ ആരാധനയിൽ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഏതെങ്കിലും വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തേ പ്രാർത്ഥിക്കാവൂ? പരിശുദ്ധാത്മാവിനെ തരണമേ എന്നേ പ്രാർത്ഥിക്കാവൂ. മകൻ അപ്പനോട് മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് ഈ എത്ര അപ്പവും മീനും മുട്ടയും കൊടുക്കുമെന്നൊന്നുമല്ല പറഞ്ഞത്. പിന്നെയോ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ കാര്യം ആരെങ്കിലും ചോദിക്കാറുണ്ടോ? കർത്താവേ, ഇന്നത്തെ ദിവസം എനിക്ക് വേറൊന്നും വേണ്ട, പരിശുദ്ധാത്മാവിനെ എൻ്റെ മനസ്സിൽ നീ നിറച്ചു തരണം. ഉള്ളിൽ അത് കത്തിയിരിപ്പുണ്ട്, അത് മനസ്സിലോട്ടൊന്ന് കയറ്റി വിട്ടാൽ മതി. അതിന് നമ്മുടെയും കൂടെ
സഹകരണം ആവശ്യമാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതങ്ങോട്ട് വരണമെന്നില്ല. നമ്മളുടെ സഹകരണം, നമ്മുടെ താഴ്മപ്പെടൽ, നമ്മുടെ വിനയപ്പെടൽ എന്തുണ്ടാവുന്നോ അതുവരെ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനെ, പരിമൽ തിരുമേനി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനാണ്. അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, വേറൊന്നും പ്രാർത്ഥിക്കണ്ട. എൻ്റെ 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 വിട്ടേര്. ഇല്ലാത്തത് എന്തുണ്ട്? എൻ്റെ പാപം മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. പാപത്തെ പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ എൻ്റെ എന്ന് ചിന്തിച്ചാൽ മതി. എൻ്റെ പാപം, എൻ്റെ പാപം, എൻ്റെ പാപം. എന്നാൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് അധികമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഓരോ നിമിഷവും നമുക്ക് ചെലവിടാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.